أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. കീശിരി അതെ ഒളിച്ചു തെറിക്കണൊരു കുപ്പായാണ്, അറിയാതെ വന്നുപോയതാ. പേര് നോക്കാതെ അങ്ങനെ വന്നതാ. സംഗതിന്റെ തന്നെയാണ് അത് ഐഡി. പക്ഷെ സാധാരണ നിങ്ങൾ കാണാതെക്കാൻ വേണ്ടിയിട്ട് ഒളിച്ചു കുത്തിരിക്കും പലപ്പോഴും. അതിന് വേണ്ടിയിട്ടുണ്ടാക്കിയ ഐഡിയ ആണ്. മനസ്സിലായില്ലേ? അതെങ്ങനെയാണ് കല്ലി പൊളിഞ്ഞതാ. അപ്പൊ ഇനി വേറെ ഉണ്ട്, നിങ്ങൾക്കൊന്നും അറിയാത്ത വേറെ ഒന്നും. അതിലായി കുഞ്ഞു വരിക ഇൻഷാ അല്ലാഹ്. അപ്പോ ഇന്ന് 2-3 ദിവസമായിട്ട് നമ്മെ സംബന്ധിച്ച് വലിയൊരു ദുഃഖത്തിന്റെ അവസ്ഥയായിരുന്നു. പക്ഷേ പരിശുദ്ധ ഇസ്ലാമില് 3 ദിവസത്തിന്റെ അപ്പുറം ദുഃഖിച്ച് ഇരിക്കാൻ പാടില്ലല്ലോ. ഇനി നമുക്ക് മഹാനവറുകളുടെ മേൽ പരമാവധി കഴിയുന്നത്ര ഖത്മ് ഓതി തീർക്കുക, യാസീൻ ഓതുക, തഹ്ലീൽ ചെല്ലുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്ത് അവരുടെ ദറജ ഉയർത്തുന്നതിനു വേണ്ടി ഫലപ്രദമായ സ്വാലിഹായ അമലുകൾ വർദ്ധിപ്പിച്ച് അതിലൂടെ അവരുടെ ബറക്കത്തും മദതും കിട്ടാൻ വേണ്ടിയിട്ടുള്ള അമലുകൾ വർദ്ധിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ താജുൽ ഉലമ തങ്ങൾ പാപ്പാന്റെ ദറജ അല്ലാഹു തആല ധാരാളമായി വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അവരുടെ മക്കാനത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ജാഹിന്റെ മേൽ ജാഹ് അല്ലാഹു തആല വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ആ മഹാനവറുകളുടെ മദതും നദറത്തും കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു തആല നമുക്ക് ഖൈറും ബറക്കത്തും സലാമത്തും ഇസ്സത്തും ഏറ്റിത്തരുമാറാകട്ടെ. പ്രത്യേകിച്ച് ഇനി ദുആ ചെയ്യാനുള്ളത് നമ്മളൊക്കെ എപ്പോഴും ഇനി നമ്മുടെ പ്രധാനപ്പെട്ട തണലാണ് മഹാനായ ഖമറുൽ ഉലമ ഉസ്താദ് അവറുകൾ. അല്ലാഹു തആല ആഫിയത്തോടു കൂടി ഇസ്സത്തുള്ള ദീർഘായുസ് കൊടുത്ത് സുന്നത്ത് ജമാഅത്തിന് ആ തണല് ഒരുപാട് കാലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. മറ്റുള്ള നമ്മുടെ എല്ലാ മഹാന്മാരായ ഉസ്താദന്മാര് സാദാത്യങ്ങൾക്കും അല്ലാഹു തആല ഇസ്സത്തും ആഫിയത്തും ദീർഘായുസും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെയൊക്കെ തണലിൽ ആ സത്യമാർഗത്തിൽ ജീവിച്ച് സുന്നത്ത് ജമാഅത്തിന് ഖിദ്മത്ത് ചെയ്യാനുള്ള ഇൽമും ഹിക്മത്തും ആഫിയത്തും തൗഫീഖും എളിയവരായ പാവപ്പെട്ട നമുക്കും അല്ലാഹു തആല അവരുടെ ബർക്കത്ത് കൊണ്ട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത്, റബീഉൽ മാസം കഴിഞ്ഞു, റബീഉൽ ആഖിറിലാണ് നമ്മൾ ഉള്ളത്. എന്നാലും തുടങ്ങിവെച്ച മങ്കൂസ് മൗലിദും ഷറഫുൽ അനാമും ഓതണം എന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിലും പ്രാവശ്യം നാട്ടിലായതുകൊണ്ട് റബീഉൽ പകുതി കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് തുടങ്ങാൻ കഴിഞ്ഞത്. പിന്നീട് മങ്കൂസ് മൗലിദ് തന്നെ എവിടെ എത്തിയിട്ടില്ല. അപ്പൊ അത് പെട്ടെന്ന് വിശദീകരണം കുറച്ച് ഒരു ഓട്ടപ്രദക്ഷിണായിട്ട് ആ മങ്കൂസ് മൗലിദ് തീർക്കുക. ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ ഷറഫുൽ അനാം മറ്റൊരിക്കൽ പറയാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇനി നമുക്ക് അടുത്ത 3-ാമത്തെ ഹിക്കായത്താണ് തുടങ്ങാനുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബിഹി നസ്തഈൻ. وروي أن آمنة رضي الله تعالى عنها رأت حين وضعته صلى الله عليه وسلم نورا أضاء له قصور بصرى من أرض الشام. മഹദിയായിരിക്കുന്ന ബീവി ആമിന റളിയല്ലാഹു തആല അൻഹ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജന്മം നൽകിയ സമയത്ത് മഹദിയായിരിക്കുന്ന ഉമ്മ ആമിന ബീവി റളിയല്ലാഹു തആല അൻഹ ദർശിച്ചു നൂറൻ. അത് തൻവീന് തഅലീമിന്റെ തൻവീനാണ്. വല്ലാത്തൊരു പ്രകാശം. നല്ല സാധാരണ വെളിച്ചം പ്രകാശമല്ല, വല്ലാത്തൊരു പ്രകാശം. എത്രമാത്രം വലിയ പ്രകാശമാണെന്ന് ചോദിച്ചാൽ അല്ലാഹു, അത് കാരണം, ആ പ്രകാശം കാരണം
മഹദിയായിരിക്കുന്ന ആമിന ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് വെളിപ്പെട്ട് കണ്ടു. ഖുസൂർ ബുസ്ര, ബുസ്രയിലുള്ള കോട്ടകൊത്തളങ്ങൾ, മിൻ അർളി ഷാം, ഷാം പ്രദേശം. ഷാം എന്ന് പറയുന്നത് നമ്മളെ ഇന്ത്യ എന്ന് പറയുമ്പോൾ വലിയൊരു രാജ്യമാണ്. ഇന്നത് ഫലസ്തീനായും അതുപോലെ ജോർദാനായും മറ്റുമൊക്കെ 3-4 രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടു. പഴയ കാലത്ത് അതൊന്നായിട്ട് ഒരൊറ്റ രാജ്യമാണ് ഷാം എന്ന പേരിൽ അറിയപ്പെടുക. അതിൽ അറബി ലോകത്തിൽ നിന്ന് വരുമ്പോൾ ആദ്യത്തെ പ്രധാന പട്ടണമാണ് ബുസ്ര. ആ ബുസ്രയിലുള്ള രാജാക്കന്മാരുടെ കോട്ടകൊത്തളങ്ങൾ കാണുമാർ മദീന ഷരീഫിലാണ്, അല്ല മക്ക മുക്കറമയിലാണ് ബഹുമാനപ്പെട്ട ബീവി ആമിന റളിയല്ലാഹു തആല അൻഹ ഉള്ളത്. അവിടെ നിന്ന് അങ്ങ് വടക്ക് അറ്റത്തുള്ള ബുസ്രയിലുള്ള കൊട്ടാരങ്ങൾ ദർശിക്കുമാറുള്ള പ്രകാശം, അതാണ് നൂറൻ എന്ന് പറഞ്ഞ വല്ലാത്തൊരു പ്രകാശം. അത് പിന്നീട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ ദീൻ ഇസ്ലാമിന്റെ ആധിപത്യത്തിന്റെ തലസ്ഥാനമായി ഷാം വരുമെന്നും ഇസ്ലാമിന്റെ പ്രകാശം അവിടങ്ങളിലൊക്കെ വ്യാപിക്കുമെന്നതിലേക്കുമുള്ള ഒരു സൂചനയായിരുന്നു എന്ന് മഹാന്മാരായ ഉലമാക്കൾ അതിനെ സംബന്ധിച്ച് പറയുന്നത് കാണാം. തന്നെയല്ല, ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ വിവരിച്ചതായി ഇമാം ബൈഹഖി തന്റെ ദലായിലുൻ നുബുവയിൽ പറയുന്നത് കാണാം. തന്നെ സംബന്ധിച്ച് വിവരിക്കുന്ന കൂട്ടത്തിൽ ഇന്നി അബ്ദുല്ലാഹി വഖാതിമുൻ നബിയീൻ വഇന്ന ആദമ ലമുൻജദിലുൻ ഫീ തീനതിഹി വസഉഖ്ബിറുകും അൻ ദാലിക അന ദഅവതു അബി ഇബ്രാഹിം വബിശാറത്തു ഈസാ ബി വറുഇയ ഉമ്മി അല്ലത്തി റഅത് എന്ന് തുടങ്ങിയിട്ട് ഇമാം ബൈഹഖിന്റെ റിവായത്തിൽ കാണാം. എന്റെ ഉമ്മ ദർശിച്ച ആ സ്വപ്നം മുതൽക്ക് ഇങ്ങോട്ട് പറഞ്ഞ അവർക്ക് കാണാം. വകദാലിക ഉമ്മഹാത്തുൻ നബിയീൻ, സ്വപ്നത്തിൽ തന്നെ അംബിയ മുർസലീങ്ങളുടെ ഒക്കെ മാതാക്കൾ അവർക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് സ്വപ്നം കണ്ടുകയും അതിലൂടെ പിന്നീട് വരാൻ പോകുന്ന തങ്ങളുടെ സന്താനങ്ങളുടെ മഹത്തായ ഭാവിയെക്കുറിച്ച് വിവരം നൽകപ്പെടുകയും ചെയ്യാറുണ്ട്. അക്കൂട്ടത്തിൽ എന്റെ ഉമ്മയും കണ്ട സ്വപ്നത്തിൽ അറിയിക്കപ്പെട്ട അന്ത്യപ്രവാചകനാണെന്ന് പറഞ്ഞിട്ട് പറയാവുന്ന ഉമ്മ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഅത്ത് ഹീന വളഅതുഹു നൂറ അല്ലാഹു ലഹു ഖുസൂർ ഷാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്റെ മാതാവ് എനിക്ക് ജന്മം നൽകിയ സമയത്ത് ഒരു വല്ലാത്ത പ്രകാശം അവർക്ക് കാണുകയും ആ പ്രകാശം മുഖേന ഷാമിലുള്ള കൊട്ടാരങ്ങൾ അവർക്ക് വെളിപ്പെടുകയും ചെയ്യുമാറുള്ള പ്രകാശം കണ്ടിരുന്നു എന്ന്. ഇനി മുസ്തദ്റക്കിലും ഹാക്കിം അതുപോലെ തന്നെ അത് ഇമാം ദഹബിയൊക്കെ അംഗീകരിച്ച ഹദീസുകളിൽ ധാരാളമായി കാണാം. ഞാൻ ഹദീസുകളിലേക്കൊന്നും കൂടുതൽ കടന്നു വരുന്നില്ല. ഒരു സംഭവം, അത് ധാരാളം ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ട സംഭവമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഗർഭധാരണം നടന്ന സമയത്ത് ഒരു പ്രകാശം കണ്ടതും പ്രസവിച്ച സമയത്ത് പ്രത്യേകമായി ഒരു പ്രകാശം കണ്ടതും അതിലൂടെ ഷാമിലുള്ള ബുസ്ര പട്ടണത്തിലെ കോട്ടകൊത്തളങ്ങൾ മക്ക ശരീഫിൽ നിന്നിട്ട് കാണാനായതുമൊക്കെ ഉൾപ്പെടുന്ന സംഭവങ്ങൾ ഹദീസ് കിതാബുകളിൽ ധാരാളമായി കാണാം. മറ്റൊരു സംഭവം അറിയ അന്ന ആമിന റളിയല്ലാഹു തആല അൻഹാ ഖാലത്ത്, ആമിന ബീവി റളിയല്ലാഹു തആല അൻഹ പറയാൻ, ലമ്മാ വവാഅതുഹു, എന്റെ പൊന്നുമോനെ ഞാൻ ജന്മം നൽകിയപ്പോൾ, അവര് പ്രസവിക്കപ്പെട്ടപ്പോൾ, മദത്തു ഐനി ലി അംദുറ വലദി, ഞാൻ എന്റെ കുഞ്ഞിനെ ഒന്ന് നോക്കാൻ വേണ്ടി കണ്ണ് നീട്ടി എന്ന് പറഞ്ഞാൽ പ്രസവിച്ച് കുഞ്ഞിനെ കാണാൻ വേണ്ടി തിരിഞ്ഞു നോക്കി. നോക്കുമ്പോ ഫലം അറഹു, കുഞ്ഞിനെ കാണുന്നില്ല. ഏതാനും സെക്കൻഡുകൾക്കായി സുമ വജത്തുഹു ഫിൽ മിഖ്ദാ, അധികം താമസിയാതെ ആ കുഞ്ഞിനെ ഞാൻ ഞങ്ങളുടെ മിഖ്ദ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് റൂം, സ്വകാര്യ റൂം, വീടുകളിൽ സ്ത്രീകൾക്ക് സ്വന്തമായി ഉപയോഗിക്കാനുള്ള സ്വകാര്യ റൂം, അറ എന്ന് പറയുന്ന ആ റൂമിൽ കുഞ്ഞിനെ ഞാൻ കണ്ടു. കണ്ടപ്പോ എങ്ങനെയുള്ളത്, വഹുവ മക്ഹൂലുൻ, കുഞ്ഞിനെ സുറുമക്കണ്ണുള്ളതാണ്, അഥവാ സുറുമയിട്ട രീതിയിലും, മദ്ഹൂനുൻ, എണ്ണ പൂശപ്പെട്ട നിലയിലും,
മഹ്തൂനൻ കുട്ടിയെ മാർക്കം ചെയ്യപ്പെട്ട രീതിയിലും ആണ് കാണുന്നത്. ഇതിപ്പോ ഒരാള് പിന്നീട് മാർക്കം കഴിച്ചു എന്നോ, ഒരാൾ എണ്ണ പൂശി എന്നോ, ഒരാൾ പിന്നീട് സുർമ ധരിച്ചു എന്നോ ആയിക്കൊള്ളുന്നില്ല. കണ്ടാൽ തന്നെ ജന്മനാ തന്നെ എണ്ണ പൂശി അത്രയും മിനുമിനുത്ത് വൃത്തിയായിട്ടും അതോടുകൂടി സുറുമക്കണ്ണോടുകൂടിയും മാർക്കം കഴിക്കപ്പെട്ട രീതിയിലും ആണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുന്നത്. തന്നെയുള്ള മൽഫൂഫും ബിസൗബിൻ മിനസ്സൂഫി അൽ-അബീളി, വെളുത്ത കമ്പിളി വസ്ത്രത്താലുള്ള ഒരു വസ്ത്രം കൊണ്ട് കുട്ടിയെ പൊതിയപ്പെട്ടിട്ടുണ്ട്. വെള്ള നിറത്തിലുള്ള രോമവസ്ത്ര, പക്ഷേ രോമം സാധാരണ പരുവരുത്താ നിൽക്കുക. ഇത് അങ്ങനത്തതല്ല. അല്യന മിനൽ ഹരീർ, പട്ടിനേക്കാളും മിനുത്തതായ വെള്ള രോമം കൊണ്ടുള്ള ഒരു വസ്ത്രത്തിൽ കുട്ടിയെ പൊതിയപ്പെട്ടിരിക്കുന്നു. യഫൂഹു തീബു, സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശുന്നു. മിൻ ജനാബിഹി, ആ ഭാഗത്തിൽ നിന്ന്, കുട്ടിയെ കിടത്തിയ ആ ഭാഗത്തിൽ നിന്ന് നല്ല സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊരാൾ പൂശിയ സുഗന്ധമല്ല, അത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് വരെയും വഫാത്തിന്റെ ശേഷവും നിലനിന്നിരുന്ന സുഗന്ധമാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റഫീഖുൽ അഅ്ലയിലേക്ക് നീങ്ങിയതിനു ശേഷം വിവരം കേട്ട് ഓടി വന്ന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു അവിടത്തെ മുഖം മൂടിയിരുന്ന ആ വസ്ത്രത്തിന്റെ ഭാഗം മാറ്റിക്കൊണ്ട് അവിടത്തെ കവിളത്ത് ചുംബിച്ചുകൊണ്ട് പറയുകയുണ്ടായി, തുബ്ത ഹയ്യം വമയ്യിത, ഹബീബായ നബിയെ, അങ്ങ് ഹയാത്തിലുണ്ടായിരുന്ന സമയത്തും ഇഹലോകവാസം വെടിഞ്ഞ ഈ സമയത്തും അങ്ങ് അങ്ങേയറ്റത്തെ തീപുടയവരാണ് എന്ന്. ആ സുഗന്ധം അവരുടെ പ്രകൃതിയായിരുന്നു ഹബീബ് സല്ലല്ലാഹു. അതുകൊണ്ടാണല്ലോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ നിന്നും വരുന്ന വിയർപ്പ് മതിയായിരിക്കുന്നു ഉമ്മു സലീം റളിയല്ലാഹു തആല അൻഹ വടിച്ചെടുത്ത് ഒരു കുപ്പിയിലാക്കുന്നത് കണ്ടപ്പോൾ, എന്താണ് ഉമ്മു സലീം നിങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഹബീബായ നബി, അവിടുത്തെ ഷറഫാക്കപ്പെട്ട വിയർപ്പ് ഞാൻ ശേഖരിക്കുകയാണ്. അത് ഞങ്ങളുടെ വിശേഷ ദിവസങ്ങളിൽ സുഗന്ധമായി ഉപയോഗിക്കാനും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വല്ല രോഗവും ബാധിച്ചാൽ അതിന് മരുന്നായി ഉപയോഗിക്കാനും വേണ്ടി ശേഖരിക്കുകയാണ് എന്ന് പറഞ്ഞല്ലോ. ആ വിയർപ്പിനും ആ ശരീരത്തിനും തന്നെയല്ല, അവിടുത്തെ കൈകൊണ്ട് ഒരാളെ തലോടിയാൽ ആഴ്ചകളോളം ആ സുഗന്ധം നിലനിൽക്കുമായിരുന്നു. അപ്പൊ അത് ജനിച്ചപ്പോഴേ ഉണ്ടെന്നാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന ആ ഭാഗത്ത് നിന്ന് സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശുന്നു. അങ്ങനെ ഞാൻ കുഞ്ഞിനെങ്ങനെ സന്തോഷത്തോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്ക് കാണാം, ഇതാ മുനാദിൻ യുനാദി, ഒരു അശരീരി വിളിച്ചു പറയുന്നത് കേൾക്കുന്നു. അഫൂഹു അയ്യുനിന്നാസ്, കുഞ്ഞിനെ ജനദൃഷ്ടിയിൽ നിന്നിട്ട് മറക്കുകയും. ഈ ഓർഡർ ഇതിപ്പോ രണ്ടാമത്തെ വട്ടാണ്. ഒന്ന് പ്രസവിച്ച ഉടനെ കുഞ്ഞിനെ കാണാതാവുകയും പിന്നീട് മിഖ്ദാൽ എന്ന് പറയുന്ന അറയിൽ കുട്ടിയെ കാണുകയും ചെയ്തത്. അതിനുശേഷം ഹദീസുകളിൽ കാണാൻ ഒരു വെള്ള കാർമേഘം പോലെ ഒരു ആവരണം വന്ന് മൂടുകയും ഏതാനും സെക്കൻഡുകൾ കുഞ്ഞിനെ കാണാതാവുകയും പിന്നീട് ആ കാർമേഘത്തിന്റെ ആവരണം നീങ്ങിപ്പോയപ്പോൾ കുഞ്ഞിനെ കാണാനാവുകയും ചെയ്തു. 2 പ്രാവശ്യവും അങ്ങനെ തന്നെ ഉണ്ടായി. അങ്ങനെ കാലത്ത് ആമിന ബീവി റളിയല്ലാഹു തആല എന്നെ പറയാൻ, ഫമാകാന വൈബത്തുഹു, കുട്ടി അപ്രത്യക്ഷമായതും വഹുദൂറുഹു, രണ്ടാമത് ഇങ്ങോട്ട് പുനരാഗമനമുണ്ടായതും ആയിട്ടില്ല. ഇല്ല കലംഹിൽ ബസർ, കണ്ണ് ചിമ്മി വീക്കുന്ന അത്രയും സമയത്തിനുള്ളിൽ പെട്ടെന്ന് ഈ ഓർഡർ കേട്ടപ്പോഴേക്ക് കാണാ ഒരു വെള്ള കാർമേഘം പോലെയുള്ള വെളുത്ത ഒരു ആവരണം കൊണ്ട് മൂടപ്പെടുകയും കുഞ്ഞിനെ കാണാതാവുകയും ചെയ്തു. സെക്കൻഡുകൾക്കകം ആ ആവരണം നീങ്ങി കുഞ്ഞ് രണ്ടാമത് അവിടെ തന്നെ ഹാജറായി. ഇത് ഇല്ല കലംഹിൽ ബസർ, ആകെ സമയം ഒന്ന് കണ്ണടച്ചു വീക്കുന്ന സമയത്ത്. ചുരുക്കത്തിൽ മനസ്സിലാക്കേണ്ടത് 2 പ്രാവശ്യം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇതാ ഒരമ്മാക്കുന്തു മുതഹയ്യറത്തൻ മിൻ ദാലിക, ഞാൻ അമ്പരന്ന് അന്താളിച്ചു നിൽക്കുകയാണ്. എന്താണ് ഈ സംഭവിക്കുന്നത്? കുഞ്ഞിനെ ദൃഷ്ടിയിൽ നിന്നിട്ട് മറക്കാൻ വേണ്ടിയിട്ടുള്ള അശരീരി ഓർഡർ കേൾക്കുന്നു, കുഞ്ഞിനെ കാണാതാവുന്നു, സെക്കൻഡുകൾക്ക് കുഞ്ഞ് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. എന്താണ് സംഭവിക്കുന്നത്? അങ്ങനെ നിൽക്കുമ്പോൾ കാണാം, ഇതാ ബിസലാസത്തി നഫരിൻ, ഉടനെ 3 വ്യക്തികൾ അവിടെ ഹാജരായി. അതാ ഇതാ ഹാജർ ഉണ്ടാവും ഇതിന്റെ ശേഷം. ഇതാണ് ഹാജറുൻ ബിസലാസത്തി നഫരിൻ നഫർ, 3 വ്യക്തിത്വങ്ങൾ
ഉടനെ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ഖദ്ദഖുലയ്യ, ഈ മൂന്നാളുകളും എന്റെ അരികേക്ക് കടന്നു വരുന്നു. കണ്ടാൽ എങ്ങനത്തെ വ്യക്തികളാണ്? കന്ന വുജൂഹും അഖ്മാർ, അവരുടെ മുഖങ്ങൾ കണ്ടാൽ പൂർണ്ണചന്ദ്രന്മാരെ പോലെ, പൂർണ്ണ നിലാവുദിച്ചതുപോലെയുള്ള അത്യാകർഷകരായ 3 വ്യക്തിത്വങ്ങൾ കടന്നു വരുന്നു. വരുമ്പോൾ എങ്ങനെയുണ്ട്? ഉഫിയദി അഹദിഹിം, വരുന്ന ആളുകളിൽപ്പെട്ട ഒരു വ്യക്തിയുടെ കയ്യിലുള്ളത് ഇബ്രീഖുൻ മിനൽ ഫിള്ള, വെള്ളി കൊണ്ടുള്ള ഒരു വെള്ളപ്പാത്രമാണ്. ഇബ്രീഖ് എന്ന് പറഞ്ഞാൽ മോളി എന്ന് പറയുന്നവരുണ്ട്, കിണ്ടി എന്ന് പറയുന്നവരുണ്ട്, എന്തു പറഞ്ഞാലും വേണ്ടില്ല. ജഗ് പോലല്ലാത്ത പഴയ കാലത്തൊക്കെ ഒരു വാനിലൂടെ വെള്ളമെടുത്തിരുന്ന ഈ വെള്ളപ്പാത്രമാണ്. അതിന് ഓരോ ഭാഗത്തും പ്രാദേശികമായി പേരുണ്ടായിരിക്കാം. അങ്ങനെ ഒരു വെള്ളിയാലുള്ള കിണ്ടി ഒരാളുടെ കൈവശമുണ്ട്, വെള്ളപാത്രം നഷ്ടം. ഒമാൽ ആഹരി, രണ്ടാമത്തെ അടുത്ത ആളുടെ കൈവശത്തിലുള്ളത് ത്വസ്തും മിനസ്സബർജദിൽ അഹ്മർ, പച്ച ഗോമേതകത്താൽ നിർമ്മിക്കപ്പെട്ട ഒരു തളികയാണ്. തളിക അല്ലെങ്കിൽ മറ്റേ പടിക്കം എന്നൊക്കെ പറയും. എന്നാൽ അതിലേക്ക് കാട്ടി മറ്റൊരു വസ്തുവിനെ കഴുകാനൊക്കെ ഉപയോഗിക്കുന്ന, താഴെയുള്ള വെള്ളം ശേഖരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പാത്രം. മൂന്നാമന്റെ കൈവശമുള്ളത് ഹരീറത്തും ബൈളാഉ മത്വിയ, ചുരുട്ടി മടക്കപ്പെട്ട വെള്ളപ്പട്ട്. അപ്പൊ വെള്ളപ്പട്ട് എന്തോ ഒന്ന് പൊതിഞ്ഞിട്ട് കൈവശത്തിൽ പിടിച്ചുകൊണ്ട്, അപ്പൊ ഒരാളെ കയ്യിൽ വെള്ളപ്പാത്രമുണ്ട്, രണ്ടാമത്തെ ആളെ കയ്യിൽ ഇത് കഴുകുമ്പോൾ വെള്ളം ശേഖരിക്കാനുള്ള ഒരു തളിക പോലത്തെ ഒരു പാത്രമുണ്ട്, മൂന്നാമത്തെ ആളെ കൈവശം ഒരു വെള്ളപ്പട്ട് കൊണ്ട് പൊതിഞ്ഞ് എന്തോ ഒരു വസ്തു അതുകൊണ്ട്. ഫനസറഹ, ആ ചുരുട്ടി പിടിച്ചിരിക്കുന്ന ആ വെള്ളപ്പട്ടിനെ അദ്ദേഹം നിവർത്തി നോക്കുമ്പോൾ ഫൈദാഹിയ, ആ അത്ഭുതം എന്ന് പറയുക, നിവർത്തി നോക്കുമ്പോ പട്ടല്ല, പട്ടിന്റെ ഉള്ളിലുള്ള വസ്തു എന്നല്ല പറയാ, ആ സാധനം തന്നെ ഖാതമുൻ, ഒരു സീലായി മാറുന്നു. നിവർത്തിയപ്പോൾ ഒരു സീലായി മാറുന്നു. രണ്ടർത്ഥം വെച്ചിട്ടുണ്ട് അവിടെ മഹാന്മാര്. ഒന്ന്, ഈ വെള്ളപ്പട്ടിൽ പൊതിഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക സീൽ കൊണ്ടുവന്നിരുന്നു എന്ന്. മറ്റൊരർത്ഥം, നേരെ തന്നെ ഈ സാധനം ഇലാഹിയ എന്ന് പറഞ്ഞാൽ ഹരീറത്തുൽ ബൈളാ ഖാതമുൻ ഇൻഖലബത് ഖാതമൻ അലാ ഖൽഖില്ലാദ, അസാധാരണമെന്ന അത്ഭുതമായിട്ട് പൊതിഞ്ഞു പിടിച്ചിരുന്ന വെള്ളപ്പട്ട് നിവർത്തി നോക്കുമ്പോൾ അത് പെട്ടെന്ന് ഒരു നല്ല കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു മോതിരമായി, സീല് വെക്കുന്ന മോതിരമായി രൂപാന്തരപ്പെടുന്നു. രണ്ടർത്ഥവും വെച്ചിട്ടുണ്ട് മഹാന്മാർ, രണ്ടും സഹിയാണ്. ഫൈദാ ഫീഹാ ഖാതമുൻ എന്നൊരു റിവായത്തിലുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഇബ്രാഹിം അൽ മുല്ലവി റഹ്മഹുള്ള തന്റെ ഹാശിയയിൽ പറഞ്ഞിട്ടുണ്ട്. ഫൈദാ ഫീഹാ ഖാതമുൻ എന്ന്. അങ്ങനെ ആകുമ്പോൾ പ്രത്യക്ഷമാണ്. ഈ വെള്ളപ്പട്ട് കൊണ്ട് പൊതിഞ്ഞതായിരുന്നു. വെള്ളപ്പട്ട് നിർത്തിയപ്പോൾ ആ നിവർത്തിയ വെള്ളപ്പട്ടിനകത്ത് ഒരു ഖാതമുണ്ട്. അത് ആശയം വളരെ വ്യക്തം. ഇവിടെ പറഞ്ഞ റിവായത്തനുസരിച്ച് അതൊരു അത്ഭുത സംഗതി, വെള്ളപ്പട്ടാണ്, മടക്കി പിടിച്ചതായിരുന്നു. പക്ഷേ അത് നിവർത്തിയപ്പോൾ ആ സാധനം അത്ഭുതകരമായ നിലക്ക് ഒരു വല്ലാത്ത ഒരു സീലുള്ള മോതിരമായി മാറി. എങ്ങനത്തെ വല്ലാത്ത? യുഹയ്യിറു അയ്യുനൻ നാദിരീൻ മിൻ ശിദ്ദത്തി നൂരിഹി, അതിന്റെ പ്രകാശത്തിന്റെ കാഠിന്യത്താൽ നോക്കുന്ന ആളുകളുടെ കണ്ണിനെ അമ്പരപ്പിക്കും. യുഹയ്യിറു പറഞ്ഞാൽ അന്താളിപ്പിക്കും. നോക്കുന്ന ആളുകളുടെ കണ്ണ് മഞ്ഞളിപ്പിക്കുന്ന രീതിയിലുള്ള അതിപ്രകാശം അടിച്ചു വീശുന്ന ഒരു പ്രത്യേക മോതിരം. ഇങ്ങനെ 3 ആളുകൾ വന്നിട്ട് ഹമലബിനി, ഈ മൂന്നാമത്തെ വ്യക്തി, അതായത് ഈ സീലുമായി വന്ന ഈ വ്യക്തി എന്റെ കുഞ്ഞിനെ എടുത്തിട്ട് വരാവരവു, കുഞ്ഞിനെ അദ്ദേഹം നൽകി ലിസാഹിബി തഷ്ത്, ഈ പടിക്കം അല്ലെങ്കിൽ ഈ തളിക കൈവശമുള്ള അദ്ദേഹത്തിന്റെ കൈവശം കൊടുത്തു കുഞ്ഞിനെ. വരാമുറയിലേക്ക് ഞാനിങ്ങനെ നോക്കാം ഇവരെന്താ ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരിക്കണം. ഫഗസലഹു, അങ്ങനെ അദ്ദേഹം ഈ തഷ്ത് കൈവശമുണ്ടായിരുന്ന ആ രണ്ടാമത്തെ വ്യക്തി കുഞ്ഞിനെ കുളിപ്പിച്ചു. മിൻ ദാലികൽ മാഇൽ ലദീ ഫിൽ ഇബ്രീഖ്, ഒന്നാമത്തെ വ്യക്തിയുടെ കൈവശമുണ്ടായിരുന്ന വെള്ളപ്പാത്രത്തിൽ കൊണ്ടുവന്ന ആ വെള്ളത്തിൽ നിന്നും ഈ കുഞ്ഞിനെ കുളിപ്പിച്ചു. 7 മറാത്ത്, 7 പ്രാവശ്യം.
സംസം വെള്ളമായിരുന്നു എന്നാണ് ഇതിനെ സംബന്ധിച്ച് മഹാന്മാർ പറഞ്ഞത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സമയത്ത് അവിടത്തെ കഴുകാൻ ഉപയോഗിച്ചത്. ഇനി മാത്രമല്ല, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെഞ്ഞ് പിളർന്ന് ഹൃദയം പുറത്തെടുത്ത് അത് കഴുകി വൃത്തിയാക്കിയത് 4 പ്രാവശ്യം അനുഭവമുണ്ട്. ഒന്ന് അലി ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കൂടെ ജീവിക്കുന്ന കാലത്ത് 4-ാമത്തെ വയസ്സിൽ, പിന്നീട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ജീവിക്കുന്ന സമയത്ത് 10 വയസ്സായ സമയത്ത് രണ്ടാമതൊരിക്കൽ നെഞ്ഞു പിളർന്ന് ഹൃദയം പുറത്തെടുത്ത് സംസം കൊണ്ട് കഴുകപ്പെട്ടിട്ടുണ്ട്. മൂന്നാമത്തേത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ച സമയത്ത് അവിടത്തെ നെഞ്ഞു കീറി ഹൃദയം പുറത്തെടുത്ത് സംസം കൊണ്ട് കഴുകപ്പെട്ടിട്ടുണ്ട്. നാലാമത് ഇസ്രാ മിഅ്റാജിന്റെ അന്ന് വീട്ടിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്ന് പരിശുദ്ധമായ ഹത്തീമിൽ, മസ്ജിദുൽ ഹറാമിലെ ഹത്തീമിൽ കിടത്തി ജിബ്രീൽ അലൈഹിസ്സലാം നെഞ്ഞു വളർന്ന് ഹൃദയം പുറത്തെടുത്ത് സംസം കൊണ്ട് കഴുകിയിട്ടുണ്ട്. ഈ കഴുകലൊക്കെ സംസം വെള്ളം കൊണ്ടാണ് എന്ന് കാണാം. അതുകൊണ്ട് തന്നെ സ്വർഗത്തിലെ ഹൗദുൽ കൗസറിനേക്കാളും ബഹുമതിയും സ്ഥാനവുമുള്ള വെള്ളമാണ് സംസം വെള്ളം എന്ന് പറയുന്നത്. അത് ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ മുജ്സത്തോ അല്ലെങ്കിൽ ഇർഹാസമായി ലഭിച്ചതാണെങ്കിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇർഹാസായിട്ട് പുനഃസ്ഥാപിക്കപ്പെട്ടതാണത്. അതൊക്കെ നീണ്ട സംഭവമാണ്. അതിലേക്കൊക്കെ കടന്നാൽ പിന്നെ വിഷയം തീർക്കാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല അൻഹു നൂറ്റാണ്ടുകളായി വെള്ളം അൽ സംസം നഷ്ടപ്പെട്ട് കുഴിച്ചു മൂടി എവിടെയാണെന്നറിയാതെ നിന്ന സമയത്ത് അബ്ദുൽ മുത്തലിബ് തങ്ങൾക്ക് തുടർച്ചയായ 3 ദിവസത്തെ സ്വപ്ന ദർശനം ഉണ്ടാവുകയും സ്വപ്നത്തിലൂടെ സംസം പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശിക്കപ്പെട്ടതനുസരിച്ച് മഹാനവർകൾ സംസം കുഴിച്ചതും വെള്ളം കണ്ടതും തർക്കമുണ്ടായതും ഒക്കെ നീണ്ട സംഭവങ്ങളാണ്. അതുകൊണ്ടാണ് വാമൻ ഹഫറ ബീറ സംസമാ എന്ന് പറഞ്ഞാൽ അബ്ദുൽ മുത്തലിബാണ് എന്ന് പ്രസിദ്ധമാണ്. അങ്ങനെ പ്രസിദ്ധമായ ലഖബ് കൊണ്ടും നുദ്ബ ചെയ്യാം എന്ന് ഈ അറബി വ്യാകരണം പഠിപ്പിക്കുന്ന കിതാബുകളിലൊക്കെ പറഞ്ഞു കാണാം. അപ്പോ ഈ അബ്ദുൽ മുത്തലിബിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തിന്റെ ഇർഹാസ് എന്ന നിലക്കും കൊടുത്തതാണ്. അതിന്റെ പുറമെ അവിടത്തെ കുളിപ്പിക്കാനും, കുഞ്ഞായ സമയത്ത് കുളിപ്പിക്കാനും, പിന്നീട് 4 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്ത് അവിടത്തെ ഹൃദയം കഴുകാനും ഉപയോഗിച്ച വെള്ളമാണ്. അതിന്റെ ഒക്കെ പുറമെ ഇന്ന് അത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇന് വന്ന സമയത്ത് ഒരു ബക്കറ്റ് വെള്ളം കോരി അതിൽ വായിൽ വെള്ളം കൊപ്പിച്ച് അതിൽ തുപ്പുകയും അവിടുന്ന് ഉളു ചെയ്ത് ആ വെള്ളം അതിലേക്ക് ഒഴിക്കുകയും ചെയ്തതിനു ശേഷം അവിടുന്ന് വായിൽ കൊപ്പിച്ച് തുപ്പിയതും ഉളു ചെയ്തതുമായ വെള്ളം സംസം കിണറ്റിലേക്ക് ഒഴിക്കാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചതനുസരിച്ച് ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ആ വെള്ളം സംസമിലേക്ക് ഒഴിച്ചു. അന്നു മുതൽ ഇന്ന് വരെ സംസം പറ്റിയിട്ടില്ല. അതുകൊണ്ട് സംസമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വായു വെള്ളം കൊപ്പിച്ച് അവിടുത്തെ ഉമിനീര് കലർന്നതും അതോടുകൂടി അവിടുത്തെ അംഗസ്നാനം കഴിച്ച അവിടുത്തെ ഷറഫാക്കപ്പെട്ട ആ അവയവങ്ങളിൽ ഉപയോഗിച്ച് വറക്കത്തെടുത്തതുമായ വെള്ളമാണ് സംസം വെള്ളം എന്നതാണ് ഈ വെള്ളം. അപ്പൊ അതിന് ഹൗദുൽ കൗസറിനേക്കാളും ബഹുമാനമുണ്ട്. അതുകൊണ്ടാണ് ആ ഹൗദുൽ കൗസർ കൊണ്ട് കുളിപ്പിക്കുന്നതിന് പകരം സംസം കൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുമ്മക്കാല അങ്ങനെ കുളിപ്പിച്ചതിന് ശേഷം ആ കുട്ടിയെ വാങ്ങി കുളിപ്പിച്ച ഈ തൊഷ്ടിന്റെ ഉടമ പറയാണ് സാഹിബി, 3ാമത്തെ ആളോട് അഥവാ ഈ സീലു ആയി വന്ന അദ്ദേഹത്തോട് പറയുന്നു, എസ്റ്റിം കുട്ടി നിങ്ങൾ സീൽ ചെയ്യുക, ബൈന കത്തിഫൈഹി കുട്ടിയുടെ 2 ചുമലുകൾക്കിടയിലായിട്ട് പിൻവശത്ത് ബിഹാത്തമിൻ നുബുവ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖത്മുൻ നുബുവത്ത് കൊണ്ട് സീൽ ചെയ്യുക. ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖത്മുൻ നുബുവത്ത് വലിയൊരു അത്ഭുത. അതൊന്നും ഇപ്പൊ പറഞ്ഞാൽ ചിലവർക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല. ഉൾക്കൊള്ളാൻ കഴിയുന്നവർ ഉൾക്കൊണ്ടാൽ മതി, ഇല്ലാത്തവർക്ക് വിടാം. അതായത് ഖത്മുൻ നുബുവത്തിന്റെ പ്രത്യേകത അവിടുത്തെ 2 കൈച്ചട്ടകൾക്കിടയിലായി ഇടതുവശത്ത് ഹൃദയത്തിന്റെ വരുന്നതിന്റെ നേരെ പിൻവശത്തായിട്ട് ഏതാണ്ട് ഒരു മുട്ടയുടെ ആകൃതിയിൽ ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന്റെ സൗന്ദര്യത്തിന് അനുഗുണമായ അതേ രീതിയിലുള്ള സ്വർണ്ണ കളറിലുള്ള രോമം കൊണ്ട് ചുറ്റും വലയം ചെയ്യപ്പെട്ട ഒരു ചെറിയ മുട്ട കണക്കെ ഉയർന്നു നിൽക്കുന്ന ഒരു വസ്തുവാണ്. ഇതിന് ഉള്ളും പുറവുമുണ്ട്.
സാധാരണ മലകൾക്ക് ഉള്ളും പുറവും ഉണ്ടാവുന്നത് പോലെ മുകളിലേക്ക് ചെറിയ ഒരടയാളമുള്ളൂ എങ്കിലും ഉള്ളിലേക്ക് കൂടുതലുണ്ട്. അതിൽ ഉൾഭാഗത്ത് എഴുതപ്പെട്ടിരിക്കുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി. മറ്റൊരു വാക്യത്തിൽ അല്ലാഹു ജല്ല ജലാലുഹു മുഹമ്മദുൻ ഹബീബുഹു അബ്ദുഹു വനബിയുഹു എന്നിങ്ങനെ ഉള്ളിൽ. പുറത്ത് ഇടതുവശത്തും വലതുവശത്തുമായിട്ട് തവജ്ജഹ് ഹൈസു ശിഅ്ത ഫഇന്നക മൻസൂർ എന്ന്. വലതുവശത്ത് തവജ്ജഹ് ഹൈസു ശിഅ്ത, ഇടതുവശത്ത് ഫഇന്നക മൻസൂർ. നിങ്ങൾ ഉദ്ദേശിച്ച എവിടത്തേക്ക് മുന്നോട്ടുള്ളൂ, താങ്കൾക്ക് അല്ലാഹുവിൽ നിന്നിട്ടും സഹായം ലഭിക്കും. ഈ ഖത്മുൻ നുബുവത്തിന്റെ മിസാല് ഒരാള് കടലാസിൽ വരച്ച് ആ പറയുന്ന ഉള്ളിലും പുറത്തുമുള്ള ആ നഖ്സുകൾ എഴുതി അതിലേക്ക് നോക്കിയാൽ ധാരാളം അത്ഭുതങ്ങൾ അതുകൊണ്ട് സംഭവിക്കുന്നതായി മഹാന്മാർ പറഞ്ഞത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഇബ്രാഹിം അൽ മുല്ലവി റഹ്മഹുല്ലാ അതിന്റെ സൂറത്ത് വരച്ച് എഴുതി കാണിച്ച് അതിന്റെ ഫായിദകൾക്ക് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അവിടത്തേക്കൊന്നും ഇപ്പൊ കടന്നു വരുന്നില്ല. ഏതായാലും ഹുവ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാതമുൻ നബിയീൻ, രണ്ട് ഖിറാഅത്ത്, ഖാതിബുൻ നബിയീൻ എന്നും പറയാ, ഖാതമുൻ നബിയീൻ എന്നും പറയാം. രണ്ടും സഹിഹാണ്. ഖിറാഅത്തിലും തന്നെ വലാകിൻ റസൂലുള്ളാഹി വഖാതമൻ നബിയീൻ എന്നും ഖിറാഅത്തുണ്ട്, വഖാതിമൻ നബിയീൻ എന്നും ഖിറാഅത്തുണ്ട്. രണ്ടും സഹിഹായ ഖിറാഅത്ത. എന്നതുപോലെ ഇവിടെയും ഹുവ ഖാതമുൻ നബിയീൻ, അമ്പിയാക്കന്മാരുടെ സീലാണ് എന്ന് പറഞ്ഞാൽ അമ്പിയാക്കൾ എന്ന് പറയുന്ന ഒരു ശൃംഖല അത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതോടുകൂടി അതിന് സീൽ വെച്ച് കഴിഞ്ഞു. അപ്പൊ ആ സീലിന്റെ സ്ഥാനത്താണ്, സീലുണ്ടായാൽ ഞാൻ പൊട്ടിച്ചിട്ടല്ലാതെ അതിന്റെ ഉള്ളിൽ കിടക്കൂല, അതായത് കഴിഞ്ഞു കംപ്ലീറ്റ് ചെയ്തു എന്നതിന്റെ അർത്ഥത്തിനാണ് ഖാത്തം. അതേസമയത്ത് ഖാത്തിമാവുമ്പോൾ വളരെ വ്യക്തമാണ്, അവസാനത്തെ ആളുകൾ. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണ സഹിതം തന്നെ പറഞ്ഞല്ലോ, അല്ലാഹു തആല അവന്റെ അമ്പിയാക്കന്മാരെ ഈ ലോകത്ത് അയച്ചത് ഒരു മിസാല് പറഞ്ഞാൽ നല്ല സുന്ദരം അത്യാകർഷകവുമായ ഒരു കെട്ടിടം ഒരാൾ നിർമ്മിച്ചു. ആ നിർമ്മിച്ച കെട്ടിടത്തെ ധാരാളം ആളുകൾ വന്ന് സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നു. കാണുന്നവർ പറയുന്നു, എന്തുമാത്രം ഭംഗിയാർന്ന, എത്ര സുശക്തമായ, എത്ര കുറ്റമറ്റ കെട്ടിടമാണ്. പക്ഷേ ഒരു ഇഷ്ടിക കൂടി വെക്കേണ്ടതുണ്ടായിരുന്നല്ലോ, അതൊരു വിടവായി നിൽക്കുന്നല്ലോ എന്നിങ്ങനെ ആളുകൾ പറഞ്ഞു നിൽക്കുമ്പോൾ ആ വിടവിലുള്ള അവസാനത്തെ ഇഷ്ടിക വെച്ച് കഴിഞ്ഞതുപോലെയാണ് ഞാനാണ് അന തിൽക്കല്ലബിന, ആ അവസാനത്തെ ഇഷ്ടിക ഞാനാണ്, വഖുതിമ ബിയൻ നബിയൂൻ, എന്നോടുകൂടി അമ്പിയാക്കന്മാര് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അതാണ് ഖാതിമുൻ നബിയീൻ എന്ന് വായിച്ചാലും സഹിഹാണ്, ഖാതമുൻ നബിയീൻ എന്ന് വായിച്ചാലും സഹിഹാണ്. രണ്ടും ആശയത്തിൽ ഒന്ന് തന്നെ. അല്ലാഹു തആല അങ്ങനെയുണ്ടോ വസയ്യിദു അഹ്ലി സമാവാതി വൽ അർളി അജ്മഈൻ, മാത്രമല്ല അംബിയാ മുസ്ലിങ്ങളുടെ ഖാതിമും ഖാതമുമാണ്. അതോടുകൂടി സയ്യിദു അഹ്ലി സമാവാതി വൽ അർളി അജ്മഈൻ, ആകാശത്തിലും ഭൂമിയിലുമുള്ള സർവ്വ സൃഷ്ടികളുടെയും സയ്യിദും കൂടിയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദിനെ നമ്മൾ പല പ്രാവശ്യം മഹാന്മാരായ ഉലമാക്കൾ പറഞ്ഞ അർത്ഥം ആവർത്തിച്ച് പറഞ്ഞതാണ്. നേതാവ് എന്നർത്ഥമുണ്ട്, അതുപോലെ തന്നെ സഹായി, അഭയകേന്ദ്രം എന്ന അർത്ഥവും ഉണ്ട്. ഏതർത്ഥം വെച്ചാലും അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശലോകത്തുള്ള കോടാനുകൂടി വരുന്ന മലായിക്കത്തിന്റെയും ഭൂമിയിലുള്ള മനുഷ്യരും ജിന്നുകളും ഉൾക്കൊള്ളുന്ന ബുദ്ധിജീവികളും അല്ലാത്തവരുമായ എല്ലാ സൃഷ്ടികളുടെയും സയ്യിദാവുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി മറ്റൊരു സമയം ഒക്കെ വിശദീകരിക്കാതെ വേഗം പറഞ്ഞു പോകാൻ, എന്നാലേ നമുക്ക് തീർക്കാൻ കഴിയുള്ളൂ. ഖീല ലമ്മാ ഉലിദ സല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജന്മം കൊണ്ട സമയത്ത് ഹമദത്ത് തിൽക്കൽ ലൈല, ഹമദത്ത് തിൽക്കൽ ലൈല, അന്നത്തെ ആ രാത്രി അണഞ്ഞുപോയി, കെട്ടുപോയി. നാറു ഫാരിസ, പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന, അവർ ദൈവമായി പൂജിച്ചിരുന്ന അഗ്നികുണ്ഡാരം. ഓരോരുത്തരും ഓരോ തരത്തിലുള്ള ദൈവങ്ങളെയാണല്ലോ പൂജിച്ചുകൊണ്ടിരുന്നത്. ഇന്നും മജൂസികളുടെ ആരാധ്യ വസ്തുവായിട്ടുള്ള അഗ്നി, നമ്മുടെ നാട്ടിലെ ദീപാവലി അതിന്റെ ഭാഗമാണെന്ന് പറയാം. അതിലോട്ടെ ഈ തീക്കുണ്ടാരം അത്ഭുതകരമായ രീതിയിൽ
അന്ന് അണഞ്ഞുപോയി. അത്ഭുതകരമായ രീതിയിൽ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും ഇവരുടെ പ്രധാന പൂജാ കേന്ദ്രങ്ങളാവുന്ന ഈ അഗ്നിക്ഷേത്രങ്ങളിലൊക്കെ പൂജാരിമാര്, അതിന്റെ സേവകന്മാര് രാപ്പകലില്ലാതെ അതിനു വേണ്ട വിറകും എണ്ണയും വെണ്ണയും ഒക്കെ ഒഴിച്ച് അതിന് ഖിദ്മത്ത് ചെയ്യൽ അവർ വലിയൊരു പുണ്യമായി കണ്ട് അതിനുവേണ്ടി 24 മണിക്കൂറും ആളുകളുണ്ട്. അങ്ങനെ ആയിരക്കണക്കിന് കൊല്ലമായിട്ട് ഒരിക്കൽ പോലും അണഞ്ഞു പോകാതെ അതിനെ സേവിച്ചു കൊണ്ടിരിക്കുന്ന സേവകന്മാരൊക്കെ എന്നത്തെയും പോലെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അത് അണഞ്ഞുപോയി. അതിന്റെ പ്രത്യേക എന്ന് പറഞ്ഞാൽ അത് കത്തിയാളിയതിനു ശേഷം ആദ്യമായിട്ട് അണഞ്ഞു പോവുകയാണ്. വലം തുക്കും ഹമദത്ത്, ഈ അഗ്നി അണഞ്ഞിരുന്നില്ല ഖബല ദാലിക, ഈ സംഭവത്തിന്റെ മുമ്പ് ബി അൽഫി ആമിൻ. ചിലയിടത്ത് ബി അൽഫി ആമിൻ എന്നും റിവായത്തുണ്ട്. അതൊക്കെ കൊല്ലങ്ങൾ കൃത്യം പറയാ ആയിരക്കണക്കിന് കൊല്ലം എന്ന അർത്ഥത്തിനെ അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നാണ് അതിന് മഹാന്മാരായ ഉലമാക്കൾ ഇതിനെ ശറഹ് ചെയ്ത ആലിമീങ്ങളൊക്കെ പറഞ്ഞു. 2000-ഓളം വർഷമായിട്ട് അഥവാ ആയിരക്കണക്കിന് കൊല്ലമായിട്ട് ഒരിക്കൽ പോലും അണഞ്ഞു പോവാതെ നിരന്തരം കത്തിച്ചുകൊണ്ടിരിക്കുന്ന സേവകന്മാര് സേവനം ചെയ്ത് കത്തിക്കൊണ്ടിരുന്ന ഈ അഗ്നികുണ്ഡം അന്നേ രാത്രിയുടെ മുമ്പ് ആയിരക്കണക്കിന് കൊല്ലത്തിൽ ഒരിക്കൽ പോലും അണഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള അഗ്നി അന്ന് രാത്രി അണഞ്ഞുപോയി. മറ്റൊരു സംഭവം, ഒരുപാട് സംഭവങ്ങൾ ഈ താരീഖിന്റെ കിതാബുകളിൽ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് വിവരിച്ച കിതാബുകളിൽ വിശദമായി പറഞ്ഞതാണ്. വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കുന്നു. വർത്തജ്ജ ഈവാനു കിസ്ര, മാത്രമല്ല പേർഷ്യക്കാരുടെ ചക്രവർത്തിയായിരുന്ന കിസ്ര ചക്രവർത്തിയുടെ ഈവാൻ, അത് ഇന്നും ലോകാത്ഭുതങ്ങളിൽപ്പെട്ട ഒന്നാണ്. ദർബാർ എന്നാണ് അതിന് പറയാ. കൊട്ടാരം മൊത്തമായിക്കൊള്ളുന്നില്ല, രാജകൊട്ടാരത്തിന്റെ പുറമെ രാജകൊട്ടാരത്തിന് പ്രത്യേകമായ ദർബാർ ഹാൾ ഇന്നും അത് ലോകാത്ഭുതങ്ങളിൽപ്പെട്ട ഒരു അത്ഭുതമായി നിലകൊള്ളുന്നു, അവശേഷിക്കുന്നു, പൊളിഞ്ഞു പോയിട്ടില്ല. അത് മാന്തി എടുക്കാൻ വേണ്ടിയിട്ടൊരു ശ്രമമൊക്കെ പഴയ കാലത്ത് നടന്നിട്ടുണ്ട്. പക്ഷേ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നും ലോകാത്ഭുതമായി അത് നിലനിൽക്കുന്നു. കിസ്ര ചക്രവർത്തി അനുസർവാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കിസ്ര ചക്രവർത്തിയുടെ ദർബാർ ഹാള് അത് കിടുകിട വിറച്ചുപോയി എന്ന് മാത്രമല്ല, വസഖത്തത്ത് മിൻഹു, അതിൽ നിന്നും വീണു 14 ഷുറാഫ, അങ്ങനെ റിവായത്തുണ്ട്. ഷുർഫ എന്നും പറയാം, അങ്ങനെയുണ്ട് റിവായത്ത്. ഷുറാഫ എന്നാണ് ഇവിടെ കൊടുത്തത്. അതായത് ഗോപുരങ്ങൾ, അതല്ലെങ്കിൽ മുനാരം എന്ന് പറയണ്ട, മുനാരല്ല, പഴയ കോട്ടകൊത്തളങ്ങളൊക്കെ കണ്ടാൽ അറിയാം. ഡൽഹിയിലും ആഗ്രയിലും മറ്റുമൊക്കെ പോയാൽ കോട്ടകളുടെ ഭാഗങ്ങളിൽ ഈ രാജാക്കന്മാരുടെ പ്രതാപം വിളിച്ചറിയിച്ചുകൊണ്ട് ചില ഗോപുരങ്ങൾ ചുറ്റും തലയുയർത്തി മുനാരം പോലെ കോട്ടയുടെ ഭാഗങ്ങളിൽ ഉണ്ടാവും. അങ്ങനെയുള്ള ധാരാളം ഈ ഗോപുരങ്ങൾ ഉണ്ടായിരുന്നു. ആ ഗോപുരങ്ങളിൽപ്പെട്ട 14 തകർന്നു വീടും. മാത്രമല്ല ഇന്നും അത് പോയി കണ്ടത് ബഹുമാനപ്പെട്ട ഹദീർ തങ്ങളൊക്കെ പറഞ്ഞ് കാണാം. അവിടെ എത്തിപ്പെടണമെങ്കിൽ വളരെ പ്രയാസമാണെങ്കിലും ആ വിള്ളല്, അന്ന് ഈ ഈവാനി കിസ്ര എന്ന് പറയുന്ന ദർബാർ ഹാളിന് ഒരു വിള്ളൽ, ആ വിള്ളൽ അടക്കാനോ അത് മാറ്റാനോ ഇന്നും കഴിഞ്ഞിട്ടില്ല. അത് അങ്ങനെ തന്നെ ചരിത്ര സ്മാരകമായി നിലനിൽക്കുന്നു ആ വെള്ളിച്ചയോടുകൂടി. എന്നാൽ അത് പൊളിഞ്ഞു കിട്ടൂല. 14 ഗോപുരങ്ങൾ തകർന്നു വീണ്. അത് പിന്നീട് വരുന്ന സൂചനയായി അന്ന് തന്നെ വ്യാഖ്യാതാക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് വലിയ സേവക്കാരായ ആളുകളോട് ഇതിനെ സംബന്ധിച്ച് അന്വേഷിച്ചപ്പം അവര് പറഞ്ഞത് 14 ആളുകൾക്ക് മാത്രമേ ഇനി ഈ മജൂസി രാജാക്കന്മാരുടെ അധികാരം കിസ്ര ചക്രവർത്തി നിലവുണ്ടാവുള്ളൂ. 14ാമത്തെ ആള് കഴിഞ്ഞാൽ പിന്നീട് ലോകത്തൊരിക്കലും പിന്നെ കിസ്ര ലോകത്ത് വരില്ല. അത് ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്തോടുകൂടി ലോകത്ത് നിന്ന് അവസാനിക്കുകയുണ്ടായി. അതിലേക്കൊരു സൂചനയായിരിക്കാം ഈ 14 ഗോപുരങ്ങൾ തകർന്നു വീണത്. മാത്രമല്ല ബുഹൈറത്തു സാവ,
സാവയിലുണ്ടായിരുന്ന സമുദ്ര സമാനമായിരുന്ന ഒരു തടാകമുണ്ട്. അത് പുഴയും കടലും ഒന്നുമല്ല, ഒരു വലിയ തടാകം. എന്നാൽ അതില് വഞ്ചിയും ബോട്ടുമൊക്കെ കയറി യാത്ര ചെയ്യേണ്ടിയിരുന്നു ഒരു കരയിൽ നിന്ന് അങ്ങേ കരയിലേക്ക്. അത്രയും വലിയ ഒരു തൂലുഹ അശോത്തമ്യാൽ വാർമുഹ സിത്തമ്യാൽ ഉണ്ടോ. 10 മൈല് 10 മൈല് പറഞ്ഞാൽ കിലോമീറ്റർ കുറച്ച് ഉണ്ടാവും. 10 മൈല് നീളത്തിലും 6 മൈല് വീതിയിലുമുള്ള ഒരു വലിയ വൻ തടാകം, ഒരു സമുദ്രം പോലത്തെ ഒരു തടാകം. അതില് ചുറ്റും കുറെ ഇവരുടെ ആരാധനാലയങ്ങളും മറ്റുമുണ്ടായിരുന്നു. വർഷത്തിലൊരിക്കൽ സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ച് ആയിരങ്ങൾ ഒരുമിച്ച് കൂടി ഒരു വലിയ ഉത്സവം നടക്കുകയും ആ ഉത്സവത്തിൽ നമ്മുടെ കർണാടക സ്റ്റേറ്റിലൊക്കെ കേൾക്കുന്നത് പോലുള്ള ഭക്തര സേവ എന്ന് പറയുന്ന നഗ്നപൂജ ആചരിക്കുകയും ഈ സാവാ തടാകത്തെ ദൈവതുല്യമായി കണ്ട് പൂജിക്കുകയും ചെയ്തിരുന്നു അവിടെയുള്ള അന്ധവിശ്വാസികൾ. അതുകൊണ്ടായിരിക്കാം ആ വെള്ളം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മരാത്രിയോടുകൂടി വറ്റി വരണ്ടുപോയി. അതൊക്കെ അവസ്ഥ മാറാൻ പോകുന്നു. ഇന്നത്തെ സ്ഥിതി തുടരാൻ പറ്റില്ല, തുടരില്ല എന്നതിലേക്ക് ചില സൂചനകളായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇർഹാസ്, അതിനാണ് ഇർഹാസ് എന്ന് പറയാ. നുബുവത്തിന്റെ മുമ്പ് മഹാന്മാരായ അമ്പിയാക്കന്മാരുടെ അസാധാരണത്വം ലോകത്ത് വിളംബരം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല കാണിക്കുന്ന ചില അത്ഭുത സംഭവങ്ങൾ അങ്ങനെയൊരു ഇർഹാസിൽപ്പെട്ടതാണ്. വഅസ്ബഹത്ത് അസ്നാമുദ്ദുന്യ, ലോകത്തുള്ള ബിംബങ്ങളെല്ലാം അന്ന് നേരം പുലർന്നപ്പോൾ ആയിത്തീർന്നു കുല്ലുഹ മങ്കൂസ, തലകീഴായി മറിഞ്ഞു വീഴുന്നതായി കണ്ടു. അപ്പോൾ കേസ് ഞാൻ ബൈക്കാർക്ക് കടക്കാതൊക്കെ അതിക്ക് കടന്നാൽ പിന്നെ നമ്മളെ വിശദീകരണം നീണ്ടുപോകും, സമയം നമ്മളെ നിയന്ത്രണത്തിൽ നിന്ന് പിടുത്തപ്പെടുന്നുള്ള നിലക്ക. സാധാരണ വഹാബിക്ക് ഒരു പറച്ചിലുണ്ട്, മക്കം ഫത്തഹിന്റെ അന്നേ 360 ബിംബങ്ങൾ കഅബത്തിനെ തന്നെ ഉണ്ട് ഇനിയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവരുടെ കൈവലിൽ ഉണ്ടായിരുന്ന വടി കൊണ്ട് ജാൽ ഹഖ് വസഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂഖ എന്ന ആയത്തോതി കൊണ്ട് അന്നങ്ങനെ ഓരോന്നിനെ കുത്തിയപ്പോഴൊക്കെ മറിഞ്ഞു വീട് എന്ന് പറയുന്നു. മൗഖൂസ് മൗലൂദേരം പറയുന്നത് ജനിക്കുന്ന സമയത്ത് തന്നെ ഒക്കെ വീട്. അത് രണ്ടാണ് സാധുക്കളെ. അതായത് ദുന്യാവിൽ പിന്നെ അതിന്റെ ശേഷം ബിംബൊന്നും ഉണ്ടായിട്ടില്ല എന്നല്ല പറഞ്ഞ്, മറിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തേക്ക് ജന്മം കൊണ്ട സമയത്ത് അല്ലാഹു തആല ലോകത്തുള്ള മുഴുവൻ മുശ്രിക്കീങ്ങൾക്കും ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. അവസ്ഥ മാറാൻ പോകുന്നു, നിങ്ങളുടെ ഈ അന്ധവിശ്വാസവും ഈ ബഹുദൈവാരാധനയും ഇനി നടക്കാൻ പോകുന്നില്ല, ഇത് മഹാനാശം തകർച്ചയെ നേരിടുകയാണ് എന്നതിലേക്ക് സൂചനയായിട്ട് അന്ന് വീണു എന്ന് പറഞ്ഞാൽ പിറ്റേന്ന് അത് നേരെയാക്കി വെച്ചപ്പോൾ നേരെയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടത് വീണ്ടും തുടർന്നു. പക്ഷേ സൂചനക്കത് മതി. ബുദ്ധിയുള്ളവരെല്ലാം അതിൽ നിന്നിട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി. തന്നെയുമല്ല ജിന്ന് സേവകന്മാരും പിശാച് സേവകന്മാരുമായ ആളുകൾക്കൊക്കെ ഈ ജിന്ന് പിശാചുക്കൾ വിശേഷങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അവരുടെ ലോകത്തിന്റെ ചിന്ത ഈ ഭാഗത്തേക്ക് തിരിയാനും ലോകാവസാനത്തിൽ പ്രതീക്ഷിക്കപ്പെടുന്ന ആ മഹാപ്രവാചകന്റെ പുണ്യജന്മം നടന്നിരിക്കുന്നു എന്ന് ലോകത്ത് വാർത്ത പ്രചരിക്കാനുമുള്ള ഒരു ഇർഹാസ് എന്ന നിലക്കാണ് അത് സംഭവിച്ചത്. മാത്രമല്ല വറുമിയത്തി ശയാത്തീൻ, പിശാചുക്കളെ എറിയപ്പെടാൻ തുടങ്ങി മിനുസമായി ആകാശലോകത്തിൽ നിന്നിട്ടും ആട്ടിയോടിക്കാൻ വേണ്ടിയിട്ട് ബിശുഹുബി സവാഖിബ്, തുളച്ചു കയറുന്ന പിശാചുക്കളെ നശിപ്പിക്കുന്ന ഈ ഷിഹാബുകളെ കൊണ്ട്, ഷിഹാബ് എന്ന് പറഞ്ഞ ചെങ്കോലെഴുത്ത്, എന്ന് സൂറത്തുൽ ജിന്നിലൂടെ അല്ലാഹു തആല ജിന്നുകളെ തൊട്ട് ഇക്കാലത്തായി പറഞ്ഞതായി കാണാം. ഞങ്ങൾ മുമ്പൊക്കെ ആദ്യകാലത്ത് ഏഴാകാശം വരെ കീറാനും മലായിക്കത്തുമായി ഇടപഴകി അവരിൽ നിന്ന് വാർത്ത ചോർത്തെടുക്കാനും അവർക്ക് കഴിഞ്ഞിരുന്നു. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാമിന്റെ ജനനത്തോടുകൂടി 3 ആകാശം വരെയുള്ള പ്രവേശനം അല്ലാത്തതൊക്കെ തടയപ്പെട്ടു. എന്നാൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തോടു കൂടി ആകാശത്തിലേക്കുള്ള പ്രവേശനം പൂർണ്ണമായി തടയപ്പെട്ടു. എന്നാൽ ആകാശത്തിലേക്കുള്ള പ്രവേശനം തടയപ്പെട്ടെങ്കിലും ആകാശത്തിന്റെ സമീപത്ത് ചില കേന്ദ്രങ്ങളിൽ കേട്ടിരുന്ന് ബഹുമാനപ്പെട്ട മലായിക്കത്തിന്റെ സംഭാഷണം കേട്ടിരുന്നു. എന്നാൽ
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നബുവത്ത് ലഭിക്കുന്ന സമയത്തായപ്പോഴേക്ക് പൂർണ്ണമായും പിശാചിനെ മലായിക്കത്തിന്റെ സംഭാഷണം കട്ടുകേൾക്കുന്നതിൽ നിന്നിട്ടും തടയപ്പെട്ടു. അതിനുവേണ്ടി വ്യാപകമായ തോതിൽ പിശാചുക്കളെ ഈ ചെങ്കോലെഴുത്തെന്ന് പറയുന്ന ഈ ഉൾക്കള വീഴ്ച കൊണ്ട് ആകാശത്തിൽ നിന്ന് മലായിക്കത്തിന്റെ സംഭാഷണം കട്ടുകേൾക്കുന്നതിൽ നിന്നിട്ടും ആട്ടിയോടിക്കാൻ വേണ്ടിയിട്ട് എറിയപ്പെടുകയും ചെയ്തു. വമ്പൽജ സുബൂഹുൽ ഹഖ്, സത്യത്തിന്റെ പ്രഭാതം പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ എല്ലാവിധ ബാത്തിലും വിഗ്രഹാരാധന തുടങ്ങി, അന്ധവിശ്വാസങ്ങൾ തുടങ്ങി, വിവരക്കേട് തുടങ്ങി എല്ലാവിധ ഇരുട്ടുകളും നീങ്ങി സത്യത്തിന്റെ ഹക്കിന്റെ പ്രഭാതം ആ ഹബീബ് തിരുസ്വാമികൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തോടുകൂടി വെളിപ്പെടാൻ പോകുന്നതായി പ്രപഞ്ചത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ തരത്തിലുള്ള അത്ഭുതങ്ങളാവുന്ന ഇർഹാസാത്തിലൂടെ ലോകത്ത് വെളിപ്പെട്ടു. വബതലമാക്കാനയാമലുഹുല്ലുകാലിബ്, എല്ലാ കള്ളവാദികളും ചെയ്തു കൂട്ടിയിരുന്ന എല്ലാവിധ കള്ളത്തരങ്ങളും നശിക്കാൻ പോകുന്നു എന്നതിലേക്ക് ഒക്കെ അന്നോടുകൂടി നശിച്ചൊന്നുമല്ല, നശിക്കാൻ പോകുന്നതിന്റെ സത്യത്തിന്റെ പ്രഭാതം പൊട്ടിവിടരുന്നതിന്റെയും കള്ളവാദികൾ നിർമ്മിച്ചുണ്ടാക്കിയ എല്ലാ കള്ളത്തരങ്ങളും നശിച്ചു പോകുന്നതിന്റെയും സൂചന എന്ന നിലക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുണ്യജന്മം നടന്ന ആ സമയത്ത് ഒരുപാട് അത്ഭുതങ്ങൾ അവിടത്തെ ഇർഹാസ് എന്ന നിലക്ക് ലോകത്ത് നടന്നു. കൂട്ടത്തിൽ മറ്റൊരു സംഭവം പറയാം. അവിടെ നിന്ന് റളിയല്ലാഹു ചെല്ലാൻ ആളുകൾക്ക് എന്തോ ഒരു പേടിയാ. അത് ചെല്ലുന്നമാണ്, അതിന് പറ്റുന്ന ആളാ. ആരായി യഹ്യ ബിൻ ഉർവ എന്നറിയോ നിങ്ങൾക്ക്? ബഹുമാനപ്പെട്ട അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട സുബൈർ ബിൻ അൽ-അവ്വാം റളിയല്ലാഹു തആല അൻഹുവിന്റെ പുത്രനും ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ പ്രധാന ശിഷ്യനുമായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട താബീങ്ങളുടെ നേതാവും 7 പ്രസിദ്ധ മുജ്തഹിദുകളിൽപ്പെട്ട ഒരാളും വലിയ ഹദീസ് പണ്ഡിതനുമായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പുത്രനാണ് ബഹുമാനപ്പെട്ട യഹ്യ റളിയല്ലാഹു തആല അൻഹു. ഈ യഹ്യ റളിയല്ലാഹു തആല അൻഹു ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ മശായിഖന്മാരിൽപ്പെട്ട ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സ്വഹീഹിൽ വരെ ഹദീസ് റിവായത്ത് ചെയ്യാൻ ഉപയോഗിക്കുന്ന തന്റെ മഹാന്മാരായ ഉസ്താദന്മാരിൽപ്പെട്ട ഷെയ്ഖാണ് യഹ്യ ബിൻ ഉർവ. അത് നമ്മൾ അങ്ങനെ വായിച്ചാട് പോകും. ഹുബിയാൻ യഹ്യ ബിൻ ഉർവ, നമ്മളെ മൂത്താപ്പാന്റെ മകനാൻ തോന്നും പേര് കേട്ട, അങ്ങനെ പോരാ. യഹ്യ റളിയല്ലാഹു തആല അൻഹു ആട്ടെ, ഉർവത്ത് റളിയല്ലാഹു തആല അൻഹു ആട്ടെ, അവരുടെ വാപ്പ ബഹുമാനപ്പെട്ട സുബൈർ റളിയല്ലാഹു അൻഹു ആട്ടെ, എല്ലാം വലിയ മഹാന്മാരെ അശറത്തുൽ മുബശ്ശിരീങ്ങളുടെ പരമ്പരയിൽപ്പെട്ട അവർ പേര് കേൾക്കുമ്പോൾ നമ്മളത് പതിവാക്കി തന്നെ വേണം. മൗലിദ് ഓതുന്ന സമയത്തൊക്കെ റുവിയ അൻ യഹ്യ ബിൻ ഉർവത്ത് റളിയല്ലാഹു തആല അൻഹു, ഇമാം ബുഖാരി തങ്ങളുടെ ശൈഖന്മാരിൽപ്പെട്ട ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകനാവുന്ന യഹ്യ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും റിവായത്ത് ചെയ്യപ്പെടുന്നു. എന്താണ് സംഭവം? അന്ന നഫറൻ മിൻ ഖുറൈശിൻ, ഖുറൈശികളിൽപ്പെട്ട ഏതാനും ചെറിയ ആളുകൾ, ഖാനു അവരായിരുന്നു, ഇൻദ സ്വനമിൻ മിൻ അസ്നാമിഹിം, അവരുടെ വിഗ്രഹങ്ങളിൽ, മക്കക്കാർക്ക് കുറെ വിഗ്രഹങ്ങളുണ്ടല്ലോ, അതിൽപ്പെട്ട ഏതോ ഒരു വിഗ്രഹത്തിനടുത്ത് എന്താ സ്വഭാവം, സംഗതി എന്താ വെച്ചാൽ ഖദിത്തഹദു, ആ ജനങ്ങളാക്കിയിരുന്നു ദാലിക്കൽ യൗമ, അന്നേ ദിവസത്തെ, ഈദം മിൻ അയ്യാമിഹിം, അവരുടെ ഉത്സവ ദിവസങ്ങളിൽപ്പെട്ട ഒരു ഉത്സവ ദിവസമാക്കിയിരുന്നു. കാരണം പിന്നെ ഓരോ വലിയ വലിയ ഈ ബിംബങ്ങൾക്കും ഒരു കൊല്ലത്തിൽ ഒരു വലിയ ഉത്സവം സംഘടിപ്പിക്കും. അന്ന് പ്രത്യേക പൂജയും വലിയ ആഘോഷവും, ഇന്നൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഹിന്ദുക്കളൊക്കെ നടത്തുന്നത് പോലെ വലിയ പൂജയും അന്ന് വലിയ ആഘോഷവും ഒക്കെ നടത്തും. അങ്ങനെ ഇവരുടെ ഒരു വിഗ്രഹത്തിന്റെ അടുക്കൽ വലിയ പൂജയും ആഘോഷവും നടക്കുന്ന രാത്രിയാണ്. എന്താണ് അവരുടെ സ്വഭാവം എന്ന്? യൻഹറൂന ഫീഹി, അന്നത്തെ ദിവസം അവര് അറുക്കുമല്ല ജസൂറ, ഒട്ടകങ്ങളെ അറുക്കുമായിരുന്നു. വയൽക്കുലൂന, തന്നെയുമല്ല വൈഷ്ണബൂൻ, അന്ന് കുടിച്ചും ഭുജിച്ചും കളിച്ചും അന്ന് രാത്രി ഉത്സവമായി ആഘോഷിക്കും. എന്നിട്ട് പിന്നെന്താ? വഖദ് അകഫൂ അലൈഹി, ആ വിഗ്രഹത്തിന്റെ അരികെ അവർ എത്തിക്കാവ് ചെയ്തിരിക്കുന്നു. എന്ത്? യഹൂദൂന വയൽഅബൂൻ, ഇബാദത്തുകൊണ്ടല്ല, മറിച്ച് തോന്നിവാസങ്ങളിലും കളിവിനോദങ്ങളിലുമായി അവർ അന്ന് രാത്രി മുഴുക്ക വിനിയോഗിക്കുക. അങ്ങനെ ധാരാളം ആളുകളുണ്ട്.
അങ്ങനെ ആ കൂട്ടത്തിൽ അവിടെ കുറഞ്ഞ ചുരുക്കി, വല്ലാതെ ചുരുക്കി പറഞ്ഞ ചരിത്ര സംഭവം എങ്ങനെയെന്ന് ചോദിച്ചാൽ വലിയൊരു സംഭവമാണ്. ചെറുതായി ഒന്ന് മനസ്സിലാക്കുന്നത് നന്നുമാണ്. വിശദീകരിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞാൽ തീരെ പിന്നെ ഒന്നും പറയാൻ ഞാൻ പിന്നെ അതിന് കാര്യമില്ലല്ലോ. അതായത് ഖുറൈശികളിൽ പൊതുവെ മുശ്രിക്കുകളായിരുന്നു എങ്കിലും അവരുടെ കൂട്ടത്തിൽ അല്ലാഹിനെ അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരു ചെറിയ ന്യൂനപക്ഷം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അത് നബി തങ്ങളുടെ ജന്മകാലത്തുണ്ട്, നബി തങ്ങൾക്ക് നുബുവത്ത് കിട്ടിയ സമയത്തുണ്ട്. അങ്ങനെയുള്ള ഈ നഫർ ആണോ ഇവിടെ സംഗതി അവിടെ ചുരുക്കി പറഞ്ഞതാണ്. ഈ അന്ന് വലിയൊരു ഉത്സവമാണ്. നാട്ടിൽ നിന്നും വിദേശത്തു നിന്നുമായി ധാരാളം ആളുകൾ, അതായത് വിദേശം തന്നെ മക്കത്തിന്റെ പുറത്തുനിന്ന്, മക്കയിൽ നിന്നും പുറത്തുള്ള ധാരാളം ആളുകൾ അന്ന് ആ ഉത്സവത്തിന് വന്നു കൂടിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഒട്ടകമറുത്ത് മാംസം കഴിക്കലും കള്ളുകുടിക്കലും കൂത്താട്ടവുമായിട്ട് രാത്രി മുഴുവനും ഉത്സവമായി മതിമറക്കും. രാവിലെ വന്നിട്ട് പൂജയ്ക്ക് വരും. ഇങ്ങനെയാണ് അവരുടെ ശൈലി. അതിൽ നിന്ന് മാറി 4 ആളുകൾ ഈ വിഗ്രഹത്തിനെ പൂജിച്ചും ആരാധിച്ചും ഉത്സവം നടത്തിയും കൊണ്ട് ആളുകൾ മതിമറക്കുമ്പം അതിൽ നിന്ന് 4 യുവാക്കൾ മാറി നിന്ന് ഇവരുടെ ഈ വിഗ്രഹത്തിന്റെ ക്ഷേത്രത്തിന്റെ ഒരു ഭാഗത്ത് ഒഴിഞ്ഞിരുന്ന് അവര് പരസ്പരം പറയാ, നമ്മൾ ഒരു സത്യം തുറന്നു പറയാം, ഇത് മറ്റാരോടും നമ്മൾ പറയണ്ട, നിങ്ങളുടെ ഉള്ളിലുള്ളത്, നിങ്ങൾക്ക് ബോധ്യപ്പെട്ടത് നിങ്ങൾ തുറന്നു പറയണം, ആരും മറച്ചു വെക്കണ്ട എന്ന് പറഞ്ഞിട്ട് അത് ഒന്ന് സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ, അതായത് അശ്റത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പിതാവായിരുന്ന സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ, അഥവാ നമ്മുടെ ബൈലാവിയിലൊക്കെ കാണാലോ, അറബ്ബൻ വാഹിദൻ അമ്മൽ ഫറബ്ബി അദീനു ഇദാ തഖസ്സമത്തിൽ ഉമൂറു തറക്തുൽ ലാത വൽ ഉസ്സാ ജമിഅ കദാലിക യഫഅലു റജുലുൽ ബസീറു എന്ന് പറഞ്ഞു. എന്താണ് ഈ കാട്ടുന്നത്? ഒരു റബ്ബല്ലേ ലോകത്തിനുള്ളൂ, നമ്മളെല്ലാം പടച്ചു പോറ്റുന്ന ഒറ്റ റബ്ബല്ലേ, അതെല്ലാം കുറെ റബ്ബുകൾ ഉണ്ടാവുമോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, ഞാൻ ഇവർ ചെയ്യുന്ന ലാത്തനെയും ഉസ്സനെയും എല്ലാം ഒഴിവാക്കി, ബുദ്ധിയും തന്നോടുള്ളവൻ അങ്ങനെ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ഈ സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈലാണ്. ഒരാള് അവിടെ വറഖത്ത് ബിൻ നൗഫൽ റളിയല്ലാഹു തആല അൻഹുവാണ്. പിന്നെ ഒരാള് ഉബൈദുല്ലാഹ് ഇബ്നു ജഹ്ഷാണ് റളിയല്ലാഹു എന്നും ചൊല്ലി കൊടുക്കണ്ട, അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനാവുന്ന ഉബൈദുല്ലാഹി ഇബ്നു ജഹ്ഷ്. അദ്ദേഹം അല്ലാഹു തആല ഭാഗ്യം കൊടുക്കാൻ ഞങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഈ ഉബൈദുല്ലാഹി ഇബ്നു ജഹ്ഷ് ജാഹിലിയ കാലത്ത് ഇസ്ലാം വരുന്നതിന് മുമ്പ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്ന സമയത്ത് തന്നെ യുവാവാണ് അയാൾ. അന്ന് ശിർക്കിൽ നിന്ന് വിട്ടുനിന്ന് മക്കക്കാരുടെ വിശ്വാസം തെറ്റാണെന്നും ഈ പൂജകളൊക്കെയും അബദ്ധമാണെന്നും അള്ളാഹു ഒരുവനാണെന്നും വിശ്വസിക്കുകയും സത്യദീനിലേക്ക് അന്വേഷണ ബുദ്ധിയോടുകൂടി ഇറങ്ങുകയും ചെയ്ത ഒരു മനുഷ്യനാണ്. അവസാനം തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് പലയിടത്തും അന്വേഷിച്ചിട്ട് എവിടെയും സംതൃപ്തിയാകാതെ അദ്ദേഹം തിരിച്ചു വന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തും നുബുവത്തും പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ആദ്യമായി തന്നെ ഇസ്ലാം മതം സ്വീകരിച്ചവരിൽ പെട്ടു, മുസ്ലിമായി. അങ്ങനെ അബൂ സുഫിയാൻ റളിയല്ലാഹു തആലയുടെ പുത്രിയാവുന്ന ഉമ്മു ഹബീബ റളിയല്ലാഹു തആല ആയിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ. അവരും ഇസ്ലാം മതം സ്വീകരിച്ചു. പിന്നെ ഹബശയിലേക്ക് ഹിജ്റ പോയ കൂട്ടത്തിൽ അവർ രണ്ടുപേരും ഹിജ്റ പോയി. ദൗർഭാഗ്യവശാൽ അല്ലാഹുവിന്റെ അലംഘനീയമായ നിയമം തട്ടിക്കളയാൻ കഴിയില്ലല്ലോ, അദ്ദേഹം ഹബശയിൽ ചെന്ന് അവിടുത്തെ ക്രിസ്ത്യാനികളുടെ കൂടെ കൂടി മദ്യത്തിനടിമപ്പെട്ട് അവസാനം അയാള് നസ്രാനിയായി ചത്തുപോവുകയാണ് ചെയ്തത്. ആ ആളാണ് ഒന്ന്, ഉബൈദുല്ലാഹി ഇബ്നു ജഹ്ഷ്. പിന്നെ 4-മൻ ഉസ്മാൻ ഇബ്നു ഹുവൈരിസ്. ഇങ്ങനെ 4 ആളുകൾ ഈ ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി നിന്ന് ഈ ക്ഷേത്രത്തിന്റെ ഒരു ഭാഗത്ത് ഒഴിഞ്ഞിരുന്നവർ ചർച്ച ചെയ്യാം. അതുകൊണ്ട് ബുദ്ധിയുള്ളവര് നമ്മൾ ഇതൊന്നും ശരിയല്ല, ലോകത്തൊന്നും നടന്നു നോക്കുക, എവിടെന്നാ സത്യം കിട്ടുക, കിട്ടുന്ന സത്യം നമുക്ക് അംഗീകരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ പോയി ഞാൻ ചുരുക്കി പറയാം, ഈ പോയ കൂട്ടത്തിൽ യഹൂദികളുമായും നസാറാക്കളുമായും
ഇടപഴകി അവരുടെ ദീനിനെപ്പറ്റി ആധികാരികമായി പഠിച്ച് തൗറാത്തും ഇഞ്ചീലും അവരുടെ മാതൃഭാഷയിൽ നിന്നിട്ട് ഔദ്യോഗികമായി പഠിച്ച് യഥാർത്ഥ ഇസ്ലാം മതം നസ്രാനിയത്താണ് അക്കാലത്ത്, അതിന്റെ സത്യമാർഗം കണ്ടെത്തി തൗറാത്തും ഇഞ്ചീലും ശരിക്കും പഠിച്ച് മക്കയിൽ വന്ന് അള്ളാഹുവിന്റെ തൗഹീദിലും ഇബാദത്തിലുമായി ജീവിച്ച ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദ്യത്തെ ഇഖ്റ ഇറങ്ങിയ സമയത്ത് ഖദീജ റളിയല്ലാഹു തആലയെ സമീപിച്ച് സത്യദൂതനാണ് എന്ന് ആദ്യമായി പ്രഖ്യാപിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട വറഖത്ത് ബിൻ നൗഫൽ റളിയല്ലാഹു തആല. അദ്ദേഹം അങ്ങനെ വിജയിയായി, അദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ അന്വേഷണ ബുദ്ധിയോടുകൂടി നടന്ന് ഷാമിൽപ്പെട്ട ഒറ്റപ്പെട്ട സത്യവിശ്വാസികളാവുന്ന ചില ക്രിസ്തീയ പുരോഹിതന്മാരെ കണ്ടെത്തുകയും അവരുമായി സംഭാഷണത്തിലേർപ്പെട്ട് അള്ളാഹുവിന്റെ തൗഹീദിനെ പറ്റിയും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനം വളരെ സമീപത്താണ് എന്നതിനെ പറ്റിയുള്ള വിവരം ലഭിച്ചപ്പോൾ തൗഹീദിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് സ്വദേശത്ത് അവസാനം വരുന്ന നബിയെ നേരിൽ കണ്ട് വിശ്വസിക്കണമെന്ന ആഗ്രഹത്തോട് തിരിച്ചു വരുന്ന വഴിയിൽ വെച്ച് അക്രമികളായ ഹെമിയർ ഗോത്രക്കാർ അദ്ദേഹത്തെ അക്രമമായി കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. അതുകൊണ്ട് അദ്ദേഹവും പരലോകം രക്ഷപ്പെടുന്ന മഹാന്മാരിൽപ്പെട്ട തൗഹീദിൽ വിശ്വസിക്കുകയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് സ്വദേശത്തേക്ക് വരുന്ന വഴിയിൽ അക്രമികളാൽ കൊല്ലപ്പെടുകയും ചെയ്ത ആളാണ് സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ. പക്ഷേ അദ്ദേഹത്തിൽ നിന്നുള്ള ഈ വിവരം നേരത്തെ തന്നെ മക്കൾ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബുവത്ത് വാർത്ത ലഭിച്ചപ്പോൾ ആദ്യം തന്നെ വിശ്വസിച്ച വിശ്വാസികളിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹത്തിന്റെ പുത്രനാവുന്ന സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു തആല അൻഹു അശ്റഫുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട. എന്നാൽ ഉസ്മാൻ ബിൻ ഉഫൈസ് കൂട്ടത്തിൽ ഏറ്റവും യോഗ്യനും ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ആരും മതിക്കുന്ന ഒരു പ്രത്യേക പേഴ്സണാലിറ്റിയുടെ ഉടമയുമായിരുന്നു. അങ്ങനെ അദ്ദേഹം ഷാമിൽ അന്വേഷിച്ചു ചെന്നു. അവസാനം കൈസർ ചക്രവർത്തിയുടെ ദർബാറിൽ എത്തി അദ്ദേഹം ക്രിസ്തുമതത്തെ സംബന്ധിച്ച് അന്വേഷിക്കുകയും അങ്ങനെ അതിൽ വിശ്വസിക്കുകയും രാജാവ് അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാക്കളിൽ ഒരാളായി നിലനിർത്തുകയും അങ്ങനെ ഷാമിൽ തന്നെ ജീവിച്ച് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനത്തിന് മുമ്പ് വഫാത്തായവരിൽപ്പെട്ട ആളാണ് ഉസ്മാൻ ബിൻ ഉഫൈസ്. അതുകൊണ്ട് തൗഹീദ് കണ്ടെത്തിയ ആളാണ് എന്ന നിലക്ക് അദ്ദേഹം ആഖിറം രക്ഷപ്പെടുന്ന നജാത്തിന്റെ അഹ്ലുകാരിൽപ്പെട്ട ആളാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനോ നബി തങ്ങളിൽ വിശ്വസിക്കാനോ ഉള്ള അവസ്ഥ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. അതിനു മുമ്പ് നബി തങ്ങളുടെ റിസാലത്തിന്റെ മുമ്പ് തന്നെ അദ്ദേഹം ഷാമിൽ വെച്ച് കൈസർ ചക്രവർത്തിയുടെ ഉപദേഷ്ടാവായി ജീവിക്കുന്നതിനിടയിൽ മരണപ്പെട്ട ആളാണ്. എന്നാൽ ഉബൈദുല്ലാഹ് ഇബ്നു ജഹ്ഷ് ആണെങ്കിൽ ഈ പറഞ്ഞതൊന്നും ശരിയല്ല എന്ന് മനസ്സിലാക്കി തന്റെ രാജ്യത്ത് വരാൻ പോകുന്ന സത്യപ്രവാചകൻ അദ്ദേഹം മാത്രമാണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിമി മില്ലത്ത് പുനരുജ്ജീവിപ്പിക്കുന്ന ആള് എന്നും ആ റസൂലിനെ കണ്ടെത്തണം എന്നുമുള്ള ആഗ്രഹത്തോടുകൂടി തിരിച്ചു വന്ന്, പക്ഷേ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചെങ്കിലും പിന്നീട് നേരത്തെ പറഞ്ഞതുപോലെ ഹബശയിൽ വെച്ച് മദ്യത്തിനടിമപ്പെട്ട് അവസാനം ദൗർഭാഗ്യവശാൽ അദ്ദേഹം ക്രിസ്ത്യാനിയായി ചത്തുപോവുകയാണ് ഉണ്ടായത്. അപ്പൊ ഈ നഫറും ഖുറൈശ് പറഞ്ഞാൽ ഈ നാലാളുകളാണ് ഇപ്പറഞ്ഞത്. എന്നാൽ ബാക്കിയുള്ളവരാണ് ഈ കള്ളുകുടിയും കൂത്താട്ടവുമായി രാത്രി ഉത്സവത്തിൽ മതിമറന്നിരിക്കുന്നത്. രണ്ടും ഒരു കൂട്ടരല്ല. ആട്ടെ, അവര് സാധാരണ എന്താ ചെയ്യുക, രാത്രി ഇങ്ങനെ ഉത്സവത്തിൽ ആറാടി രാവിലെ പ്രഭാതത്തിൽ ക്ഷേത്രത്തിൽ കയറി വരുന്ന പ്രത്യേക പൂജ ഉണ്ടാവും. അങ്ങനെയാണ് ഫവജദൂഹു മക്ബൂബ, അങ്ങനെയാണ് ഫവജദൂഹു ഫദഖലു അലൈഹി യഹൂബൂനൊക്കെ കഴിഞ്ഞത് ഫദഖലു അലൈഹി. അനന്തരം പറഞ്ഞാൽ ഈ കൂത്താട്ടും കളിയുമൊക്കെ കഴിഞ്ഞ് രാവിലെ പ്രഭാത പൂജയ്ക്ക് വേണ്ടി ഈ ബിംബത്തിന്റെ ക്ഷേത്രത്തിൽ വന്ന് നോക്കുമ്പോൾ ഫവജദൂഹു മക്ബൂബൻ അലാ വജീഹി, അത് മുഖം കുത്തി വീണതായിട്ട് കാണുന്നു. ഫാങ്കറു എന്നതായിരിക്കാലേ ഈ അവസ്ഥയെ ആ ബിംബത്തിന്റെ മേൽ അവർ ഇൻകാർ ചെയ്തു എന്ന് വെച്ചാൽ അധിക്ഷേപിച്ചു. എന്താണിത്, എന്ത് പറ്റി നിങ്ങൾക്ക്, എന്തിനാ വീട് നടക്കുന്നത് എന്നിങ്ങനെ. ബുദ്ധിയില്ലാത്ത വിവരം കേട്ട ആളുകളാണ് ഈ കല്ലുകൊണ്ടുണ്ടാക്കിയ ബിംബത്തിൽ വല്ലതും തിരിയോ. പക്ഷെ അവരങ്ങനെ ഏതായാലും റദ്ദു ഇല ഹാലിഹി, പഴയതുപോലെ അവര് രണ്ടാമത് നിർത്തി. ഫാലുകാരിക്ക ഫങ്കലമംഗലാപസ്വാരി, അത് വളരെ നിന്ദ്യനായിക്കൊണ്ട് അത് വീണ്ടും കീഴ്മേനായി മറിഞ്ഞു. ഫാലുകാരിക്ക ഇങ്ങനെ ശരിയാക്കി നിർത്തും. സലാസ 3 പ്രാവശ്യം ഓലാസ്തീം അത് ചുരുക്കൂല. ഇവരൊക്കെ ചുരുക്കി വെച്ച് ഇങ്ങനെ നിന്ന് ഒരു കയ്യാടെടുത്താൽ അത് പഴയതുപോലെ ഫലത്തി പോകും. പിന്നെ നന്നാക്കി വെച്ച് അങ്ങനെ കുറെ
ഒരു കൈയ്യെടുത്താൽ അത് വീണ്ടും തലകുത്തി വീഴും. ഇങ്ങനെ 3 പ്രാവശ്യം ആവർത്തിച്ച് തലകുത്തി വീണു. ഫലമ്മാറൂദാലിക്ക, ഈ ഒരു അവസ്ഥ അവർ കണ്ടപ്പോൾ, അതായത് നേർന്നു നിൽക്കുന്നില്ല, തലകുത്തി വീഴുകയാണ്. ഇത് കണ്ടപ്പോ അബുദൗ, അവർ വെളിപ്പെടുത്തി, ഹുസ്നൻ വതഅല്ലുമൻ, സങ്കടത്തെയും ദുഃഖത്തെയും അവർ പ്രകടിപ്പിച്ചു. തന്നെയുള്ള അസ്ബഹൽ ഹീദുല്ലദീ കാനൂ ഫീ, അവർ നിലകൊണ്ടിരുന്ന ആ ഉത്സവം ആയിത്തീർന്നു മഹത്തമാ, അതൊരു ദുഃഖദിനമായി തീർന്നു. അവർക്ക് വലിയ ആഘോഷത്തിന് ആവേശമായിട്ട് കൊണ്ടുനാടിയിരുന്ന ഉത്സവം മാറിയിട്ട് ഉത്സവത്തിന് പകരം വലിയ ഒരു ദുഃഖാചരണമായി മാറി. കാരണം ദൈവാണല്ലോ ഈ തലകുത്തി വീഴുന്നത് എന്ന്. ഇവരെ ഈ കഥയൊക്കെ അങ്ങനെ കണ്ടപ്പോഴേ ഈ ആളുകൾ ഇതിങ്ങനെ കാണാൻ നന്നാക്കി വെക്കുന്നു, പിന്നെയും പോകുന്നു, പിന്നെയും നന്നാക്കി വെക്കുന്നു, പിന്നെയും പോകുന്നു, പിന്നെയും നന്നാക്കി വെക്കുന്നു, പിന്നെയും പോകുന്നു. അങ്ങനെ അവർ വലിയ സങ്കടത്തിലും വിഷമത്തിലും ആയപ്പോ ഇതൊക്കെ നോക്കിക്കണ്ടു ഈ 4 സംഘം നേരത്തെ ഉണ്ടല്ലോ, ഇതൊന്നും ശരിയല്ല, ഇതൊക്കെ വെറുതെയാണ്, ഇതൊക്കെ പിഴവാണതൊന്നും ഇബ്രാഹിം മില്ലത്തല്ല എന്ന് പറഞ്ഞിങ്ങനെ ചർച്ച ചെയ്തിരുന്ന ഈ 4 സംഘം, അതിൽപ്പെട്ട പ്രമുഖനായ ഉസ്മാൻ ബിൻ ഹുവൈരിസ് പറയാം, അവിടെ നിങ്ങൾ റളിയല്ലാഹു ചൊല്ലിക്കോളണം എന്നില്ല, എന്നാൽ പറ്റ മോശപ്പെട്ട ആളാണെന്ന് വിചാരിക്കും വേണ്ട. കാരണം ശിർക്കിന് വെടിയുകയും തൗഹീദിനെ അന്വേഷിച്ചു പോയി അവസാനം അന്ന് ഇസ്ലാമിന്റെ ആഗമനത്തിന് മുമ്പ് നസ്രാന മതം തന്നെയാണല്ലോ ശരി. അങ്ങനെ കിസ്ര ചക്രവർത്തിയുടെ സമീപത്ത് നസ്രാനിയായി ജീവിച്ചു മരിക്കുകയും ചെയ്ത മഹാനാണ്. അദ്ദേഹം അത്ഭുതത്തോടു കൂടി പറയാം, എന്താണിത് ധാരാളമായി ഇങ്ങനെ തലകുത്തി വീഴുന്നത്, എന്താണ്? ഇന്നഹാദ, ഈ നിരന്തരം ഈ തലകുത്തി വീഴുക എന്നത് ലിഅംരിൻ ഹദസ, ഒരു വലിയ സംഭവം നടന്നിട്ടുണ്ട്, അതാണ്, എന്തോ ഒരു വലിയ സംഭവം സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് അൻഷദ, അദ്ദേഹം അവിടെ വെച്ചിട്ട് കവിത പാടി. വഖൽബുഹു യസ്ലാ ബിന്നാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മനസ്സ് ആകെ ചിന്താകുലമായിട്ട് അഗ്നി ആളിക്കത്തുക, നരകത്തിൽ ചെന്ന് ചാടിയെന്ന് അർത്ഥത്തിനല്ല. ഖൽബുഹു യസ്ലാ ബിന്നാർ എന്ന് പറഞ്ഞാൽ ഈ മാനസികമായ സംഘർഷം കൊണ്ട് എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് നടക്കാൻ പോകുന്നത്, യഥാർത്ഥത്തിൽ സത്യം എന്താണ്, ഇത് ശരിയല്ല എന്നുള്ള ഉറപ്പ്, പക്ഷെ എന്താണ് സത്യം എന്നറിയില്ല. അങ്ങനെ മനസ്സ് വേജാറായി, മനസ്സിൽ അഗ്നി ആളിക്കത്തിക്കൊണ്ട് അദ്ദേഹം പാടുകയാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പറയുന്ന സ്ഥലത്തുള്ള ഈ ബെയ്ത്ത് യഥാർത്ഥത്തിൽ മദഹ് ബെയ്ത്തായിട്ട് നമ്മൾ ജവാബ് ചെല്ലുന്നതിന് തെറ്റില്ലെങ്കിലും അത് അത്രത്തോളം പോരാ എന്നാണ് ബഹുമാനപ്പെട്ട ബാവസ്ഥാദൊക്കെ പറയുന്നത്. മനസ്സിലായില്ലേ? ബൈരത്തൂർ ബാവസ്ഥാദിന്റെ ഹാഷിയിൽ പറയുന്നത് അത് നമ്മളങ്ങനെ ചെല്ലിപ്പോയാ മദീന. കാരണം എന്താണെന്ന് വെച്ചാല് അതിന്റെ പ്രമേയം അങ്ങനെയാണ്, മാത്രമല്ല അത് അങ്ങനെ വന്നതുമാണ്. ബെയ്ത്തിൽ ഈ സംഭവം ഇങ്ങനെ പറഞ്ഞു പോയപ്പോ ഏതുപോലെയെന്ന് വെച്ചാൽ നമ്മുടെ ഷറഫുൽ അനാമിലുണ്ടല്ലോ, മഹാനായ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല അൻഹു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജന്മം കൊണ്ട സമയത്ത് കുഞ്ഞിനെയും എടുത്ത് കഅബ ശരീഫിൽ പോയി തവാഫ് ചെയ്തതിനു ശേഷം വറുയന്നഹു ഖാല യൗമൈദിൻ ശറ, അന്ന് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബ് തങ്ങൾ ഒരു ബൈത്ത് ചൊല്ലി, അൽഹംദുലില്ലാഹില്ലദീ അഅതാനി ഹാദൽ ഗുലാമ അത്വയ്യിബൽ അർദാനി എന്ന് തുടങ്ങുന്ന ബൈത്ത്. അതങ്ങനെ ചെല്ലിപ്പോലാണല്ലോ, അങ്ങനെ ചെല്ലിപ്പോയാ മതി. ഇത് ജവാബ് ചൊല്ലി മൗലിദിലെ മദ്ഹായിട്ട് എണ്ണേണ്ടതില്ല എന്നാണ് ബാവസ്ഥാദൊക്കെ പറയുന്നത്. നമുക്കും അങ്ങനെ തന്നെയാണ് മനസ്സിലാണ്. ഇനി ഒരാൾ ചെല്ലിയാ തെറ്റാന്നൊന്നുമല്ല, തങ്ങളുടെ സ്വലാത്തിന്റെ ഇടയിൽ കുഴപ്പമൊന്നുമില്ല, ഏതായാലും വേട്ടെ. അതുകൊണ്ടിപ്പോ ചോലിസ്താദിന് ബെയ്ത്തെല്ലാം കൊടുക്കുന്നില്ല എന്ന് ചുരുക്കം. ആ ബെയ്ത്ത് വായിച്ചു പോയിട്ട് വിഷയം ഇന്ന് നിർത്തുകയാണ്. എന്താണ് അദ്ദേഹം പാടുന്നത്? അദ്ദേഹം മനസ്സ് വെപ്രാളപ്പെട്ട് വേജാറായിക്കൊണ്ട് കീശീര് കരിക്കാൻ പോവുകയാണ്. ആ കരിച്ചെന്നോ ഞങ്ങൾക്ക് ഇപ്പോൾ കുറച്ചേറെ ഉണ്ടാവുള്ളൂ, ഇപ്പൊ തീർക്കും. ബെത്ത് ഇങ്ങനെ വായിച്ചുകൊണ്ട് അദ്ദേഹം വഹിക്കാം. ഉത്സവത്തിലെ ബിംബമേന, ഉത്സവത്തിലെ ബിംബമേ, ബിംബത്തിനെ വിളിച്ച് കേൾക്കണോ? ഈ വഹാബികൾ ഉണ്ടാക്കുന്ന ഫിത്തിന ചെറുതൊന്നുമല്ല, അത് നല്ലോ മനസ്സിലാക്കിയ. ഇതിന്റെ ഇടയ്ക്ക് ഒരു ചെറുപ്പക്കാരൻ, നല്ല അഭ്യസ്ത വിദ്യനായ കർണാടക സ്റ്റേറ്റിലുള്ള
ഒരു ചെറുപ്പക്കാരൻ, അയാൾ UAE-യിലാണ് ജോലി ചെയ്യുന്നത്, നല്ല പഴയ സുന്നിയായിരുന്നു. അയാളെ ഏതോ തല തിരിഞ്ഞ വഹാബി തെറ്റിദ്ധരിപ്പിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്താണ് നിങ്ങൾക്ക് അറിയോ ഈ മങ്കൂസ് മൗലിദിൽ ഇവർ പറയണത്, ബിംബത്തിനെ വിളിച്ച് സഹായം തേടുകയാണ്, ബിംബത്തിനെ വിളിച്ച് സഹായം തേടുകയാണ്. എന്നിട്ട് അയാൾ പറഞ്ഞു കൊടുത്തു, അയാ സനമൽ ഈദില്ലദീ സഫാഉലഹു, ആൾക്കാർ ചുറ്റും ഒരുമിച്ച് കൂടി ഉത്സവം നടക്കുന്ന ബിംബമേ എന്ന് വിളിച്ച് സഹായം തേടുകയാണ്. സംഗതി സാധുവിനൊന്നും അറിയില്ല, അറബി വായിക്കാനും അറിയില്ല. എന്നിട്ട് അയാള്, ഞാനൊരു മണിക്കൂർ സമയം അയാളോട് ഇതിന്റെ പാശ്ചാത്തലവും ചരിത്രവും ഒക്കെ കിതാബ് ഉദ്ധരിച്ചൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഒരു പൗതി മനസ്സിൽ മൂളികാണ്ടാണ് പോയക്കാം. പിന്നെ അയാൾ UAE-യിലായതുകൊണ്ട് കൂടുതൽ അയാളെ പഠിക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. ഏതായാലും അല്ലാഹു ആക്കട്ടെ. അപ്പൊ എന്താ പറയുന്നത് വെച്ചാൽ, ഈ ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസ് പ്രതിഷേധത്തിനൊക്കെ ബഹുമാനിച്ചുകൊണ്ടല്ല പറയുന്നത്. ഉസ്മാൻ ബിൻ ഉവൈസും മറ്റേ മൂന്നാളും ഉൾക്കൊള്ളുന്ന 4 സംഘം ആദ്യം തന്നെ അള്ളാഹു ഒരുവനാണെന്ന് വിശ്വസിക്കുന്നവരാ. ബിംബങ്ങളൊക്കെ വെറുതെ ആരോ കെട്ടിയുണ്ടാക്കിയ അബദ്ധമാണെന്ന് വിശ്വസിക്കുന്നവരുമാണ്. ഇതൊന്നും ശരിയല്ല എന്ന് അംഗീകരിക്കണം. പക്ഷെ ഈ അത്ഭുതം ഇങ്ങനെ കണ്ടപ്പോ അയാൾ അത്ഭുതപ്പെട്ട് ചോദിക്കുകയാണ്, അയാ സനമ്മൽ എഴുതി, ഈ ഉത്സവം കൊണ്ടാടപ്പെടുന്ന ബിംബമേ, അല്ലതീ സഫഹഉലഹു, ആ ബിംബത്തിന്റെ ചുറ്റും അണിനിരന്നിരിക്കുന്നു സ്വനാജീദു, വലിയ വലിയ നേതാക്കന്മാര്, വലിയ വലിയ പ്രമുഖന്മാർ, മിൻ ബഈദിൻ, ദൂരദിക്കുകളിൽ നിന്നിട്ട് വന്നവരും, വമിൻ ഖുർബി സനാദീദു മിൻ വഫദിന്ന, വലിയ വലിയ പ്രതിനിധി സംഘങ്ങളായി വന്ന നേതാക്കന്മാര്, മിൻ ബഈദിൻ, ദൂരദിക്കുകളിൽ നിന്നിട്ട് വന്നവരും, വമിൻ ഖുർബി, സമീപ പ്രദേശങ്ങളിൽ നിന്നും ദൂരദിക്കുകളിൽ നിന്നും പ്രതിനിധികളായി വന്ന പ്രമുഖന്മാർ ചുറ്റും തടിച്ചുകൂടിയിരിക്കുന്ന ഉത്സവം കൊണ്ടാടപ്പെടുന്ന ദിനത്തിലെ ആരാധ്യ വസ്തുവായി തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ബിംബമേ, തനക്കസ്ത, നീ എന്തേ തലകുത്തി വീണത്? മക്ലൂബൻ, കീഴ്മേൽ മറിക്കപ്പെട്ടതായ നിനക്ക് തലകുത്തി വീണത് എന്തേ? നിനക്ക് എന്ത് സംഭവിച്ചു? ഫമാദാക്ക, എന്ത് പറ്റി? എന്താണ് അതിന് കാരണം? ശരിക്ക് നിന്നെ പൂജിക്കാൻ വേണ്ടിയാണല്ലോ നാട്ടിൽ നിന്നും പുറത്തുനിന്നും വലിയ വലിയ നേതാക്കന്മാരായ പ്രതിനിധികൾ നിന്നെ സമീപിച്ച് ചുറ്റും കൂടിയിരിക്കുന്നത്. നീ എന്താണ് കീഴ്മേലായി മറിഞ്ഞു കിടക്കുന്നത്? പുല്ലന, പറയാൻ നിനക്ക് സാധിക്കുമെങ്കിൽ. കളിയാക്കിയാണ്ടാ പറയുന്നത് കേട്ടോ, പറയാൻ പറ്റൂല എന്ന് ഇയാൾക്കറിയാം. ഇതൊന്നും പറ്റാത്ത പൊട്ടനാണെന്ന് പറയാ, നിർജീവ വസ്തുവാണ് പറയാ. എന്നിട്ട് ചോദിക്കുക, എന്തേ നിങ്ങൾക്ക് പറ്റിയത്? ഫമാദാക്ക, എന്ത് സംഭവിച്ചു നിങ്ങൾക്ക്? കുല്ലന, ഞങ്ങളോട് പറഞ്ഞിരി എന്തുണ്ട്. ഫമിൻ ഹുസ്നിന, നിങ്ങൾ തലകുത്തി വീണത് കണ്ടിട്ട് ഞങ്ങളുടെ ദുഃഖത്താൽ ഖദ്ദറത്തിൽ ഈറു ബിസ്സുഹബി, കാർമേഘം കണക്കെയുള്ള കണ്ണുനീരുകൾ കുത്തിയൊഴുകിക്കൊണ്ട് മഴ വർഷിക്കുന്നത് പോലെ മഴ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണിൽ നിന്നും ദുഃഖം കൊണ്ട് മൂടുന്നതിനെ മഴക്കാറിനോട് ഉപമിച്ച്, ആ മഴക്കാർ മൂടിക്കെട്ടിയതിനു ശേഷം ശക്തിയായി മഴ പെയ്യുന്നതിനോട് ഉപമിച്ചുകൊണ്ട് ദുഃഖിതരായ നിന്നെ പൂജിക്കുന്ന ചുറ്റും കൂടിയ ആളുകൾ മഴ വർഷിക്കുന്നത് പോലെ കണ്ണിൽ നിന്നും കണ്ണുനീരുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിനക്ക് എന്ത് പറ്റി? പറയാൻ ഞങ്ങളോട്. فإن كنت من ذنب أتينا فإننا نبوء بإقرار وننوي عن الذنب. എന്താണ് ഫൈൻ കുന്ത? നീ അങ്ങനെ വീണതാണെങ്കിൽ, മിൻ ദംബിൻ അതൈന, ഞങ്ങൾ ആരെങ്കിലും ചെയ്ത തെറ്റുകൊണ്ടാണോ, ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെ കൊണ്ടാണോ അങ്ങനെ തലകുത്തി വീണത് എങ്കിൽ ഫഇന്നനാ നബൂഉ ബിഇഖ്റാർ, ഞങ്ങൾ ആ കുറ്റം ഏറ്റു പറയുന്നു. വനൽവി അനിൽ ദംബി, ആ തെറ്റിൽ നിന്നിട്ട് ഞങ്ങൾ പിന്മാറുകയും ചെയ്യാൻ തയ്യാറാണ്. ഞങ്ങൾ ചെയ്തു പോയ വല്ല തെറ്റുകുറ്റം കൊണ്ടാണ് ദൈവമാവുന്ന നീ നിലക്ക് നിൽക്കാൻ കഴിയാതെ തലകുത്തി വീണതെങ്കിൽ ഞങ്ങൾ ആ തെറ്റിനെ ഏറ്റുപറയുകയും ഞങ്ങൾ മാപ്പ് ചോദിച്ച് പിന്മാറുകയും ചെയ്യുന്നു. അതല്ല വൈൻ കുന്ത മഗ്ലൂബൻ, അങ്ങനെയൊന്നല്ല, ഞങ്ങൾ ചെയ്ത തെറ്റുകൊണ്ടല്ല, നീ നിസ്സാരനാക്കപ്പെട്ടവരാണ്, നിന്നെ പരാജയപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. വനുക്കിസ്തഗ്റ, നിന്നെ നിന്ദ്യനായി തലകീഴായി മറക്കപ്പെട്ടതാണെങ്കിൽ ഫമാ അന്ത, പിന്നെ നീ അല്ലല്ലോ ഫിൽ ഔസാനി, കുറെ ആരാധ്യ വസ്തുക്കളായി കണ്ടുകൊണ്ടുള്ള ബിംബങ്ങളുടെ കൂട്ടത്തിൽ ബിസ്സയ്യിദി, നേതാവല്ലാതെ റബ്ബി, രക്ഷിതാവല്ലല്ലോ, രക്ഷിതാവായ നേതാവല്ലല്ലോ എന്ന് പറഞ്ഞാൽ ദൈവമായി പൂജിക്കപ്പെടാൻ അർഹതപ്പെട്ട രക്ഷിതാവല്ല, നീ നിസ്സാരനാണ്, നിന്ദയമാക്കപ്പെട്ടവരാണ്, തലകീഴായി മറിഞ്ഞ. എന്താ പറ്റിയത്? ഞങ്ങൾ ചെയ്ത തെറ്റുകൊണ്ടാണെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ. അല്ല, നിൽക്കാൻ പറ്റാതെ നിങ്ങൾ നിന്ദ്യന്മാരും നീചന്മാരുമായിട്ടാണോ, പിന്നെ പർച്ചവനായിട്ട് കൊണ്ടിറക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നിങ്ങനെ
ഉസ്മാൻ ബിനുൽ ഹുവൈരിസ് പാടി. അങ്ങനെ പാടിയിട്ട് ആരെങ്കിലും ഉത്തരം പറയുന്നുണ്ടോ? അങ്ങനെ അതാ ഈ വിഗ്രഹത്തിന്റെ ഉള്ളിൽ നിന്നും ഒരു അശരീരി കേൾക്കുന്നു. തറദ്ദാലി മൗലൂദിൻ അല്ലാഹു ബിനൂരിഹി ജമീഉ ഫിജാജിൽ അർളി ഖൗഫൻ മിനർ റഅബി വനറു ജമീഉൽ ഫുർസ് ഖദ് ഖാമദത് ലഹു وقد بات شاه الفرس في أعظم الكرب فيا لا قصي ارجعوا عن ضلالكم وهبوا إلى الإسلام والمنزل الرحبي. അത് രണ്ടും രണ്ടാ. ആദ്യം പറഞ്ഞ അയാ സനമൽ ഈദില്ലദീ സഫഹഉലഹു സനാദീദു മിൻ വഫദിൻ ബഈദിൻ വമിൻ ഖുർബി തനക്കസ്ത മഗ്ലൂബൻ ഫമാ ലാക കുല്ലനാ ഫമിൻ ഹുസ്നിനാ ഖദ്ദറത്തിൽ غير بصحبه فإن كنت من ذنب أتينا فإننا نبوء بإقرار ونلوي عن الذنب وإن كنت مغلوبا ونكسر صائرا فما أنت في الأوثان بالسيد الربي എന്ന് തൗഹീദ് അന്വേഷിച്ച് നടക്കുന്ന സത്യാന്വേഷിയായ ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസ് പാടിയത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ചാഞ്ചല്യവും അസ്വസ്ഥതയും പ്രകടിപ്പിച്ചുകൊണ്ടും അതോടുകൂടി ജനങ്ങളുടെ വിഡ്ഢിത്വം പുറന്നു കാട്ടാനും വേണ്ടിയിട്ട് അദ്ദേഹം പാടിയതാണ്. ആ പാടിയപ്പോ അതിന് മറുപടി എന്നോണം ഒരു അശരീരിയായി കേട്ടതാണ് ബാക്കി ഭാഗം. രണ്ടും ഒന്നല്ല, രണ്ട് കവിതയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ട് ഈണത്തിൽ ചൊല്ലുന്നതാണത് നല്ലത്. അപ്പൊ അതിന് മറുപടി ആയിട്ട് തറദ്ദ, ഈ വിഗ്രഹം വീണുപോയിരിക്കുന്നു. ലി മൗലൂദിൻ, ഒരു കുഞ്ഞിന്റെ ജനനം കാരണമാണ്. ഒരു കുഞ്ഞിന്റെ ജന്മം കാരണത്താലാണ് ഈ ബിംബം തലകുത്തി വീണിരിക്കുന്നത്. എങ്ങനത്തെ കുഞ്ഞാണ്? അല്ലാഹു ബിനൂരിഹി, ആ കുഞ്ഞിന്റെ നൂറാനിയത്ത് കൊണ്ട് പ്രകാശപൂരിതമായിരിക്കുന്നു. ജമീഉ ഫിജാജിൽ അർളി ബിശ പ്രകാശപൂരിതമായിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു കുഞ്ഞിന്റെ ജന്മം കാരണമാണ്, ആ കുട്ടി കാരണം ലോകത്തിൽ വരുന്ന അവസ്ഥമാറ്റങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി ഇർഹാസ് എന്ന നിലക്ക് ആണ് ഈ തലകുത്തി വീണിരിക്കുന്നത് എന്നിങ്ങനെ ഒരു അശരീരി കേൾക്കുക. അതാണ് നമ്മൾ ഖൗഫൻ മിനർ റഅബി നല്ല പേടിച്ച് പരിഭ്രമിച്ചുകൊണ്ട്, ഖൗഫൻ മിനർ റഅബി ആണ് ഖൗഫും റഅബും തന്നെ, അതിനെ വരെ പേടിച്ച് ഭയപ്പെട്ടുകൊണ്ട് ആണ് ഖൗഫൻ മിനർ റഅബി എന്നാണ് നമ്മളെ ജീവായത്തിലുള്ളത്. എന്നിട്ട് ഇത് മാത്രമല്ല, അദ്ദേഹം പിന്നെ പറയാ, ഈ അശരീരി വീണ്ടും പറയാണ്. ഇവിടെ ഇപ്പൊ കണ്ടത് ഓരോ ചോദ്യത്തിന് ഉത്തരം അവർ വെച്ചുകൊണ്ടല്ലായി. അതായത് ഇങ്ങനെ ഇന്ന് തെറ്റിയതിന്റെ കൊണ്ടിട്ട് കുറ്റം ഏറ്റു പറഞ്ഞാൽ മാറുന്നതോ അതല്ലെങ്കിൽ മറ്റെന്തുകൊണ്ടോ മാറുന്നതോ അല്ല ഇത് പ്രശ്നം. ലോകത്തിന്റെ അവസ്ഥ മാറാൻ പോകുന്നു. ലോകം മുഴുവൻ ഹിദായത്തിന്റെയും തൗഹീദിന്റെയും ഈമാനിന്റെയും ഇൽമിന്റെയും പ്രകാശം കൊണ്ട് നിറക്കുന്ന ഒരു കുഞ്ഞിന്റെ ജന്മം, ആ ജന്മം അറിയിച്ചുകൊണ്ടാണ് ഇങ്ങനെ തലകുത്തി വീണിരിക്കുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം ഈ ഒരൊറ്റ സംഭവം മാത്രമല്ല ആ കുഞ്ഞിന്റെ ജന്മം കൊണ്ട് നടന്നത് എന്ന് വീണ്ടും ആവർത്തിച്ച് പറയാം. വലാറു ജമീഅൽ ഫുർസി, അക്കാലത്ത് അറിയപ്പെട്ടിരുന്ന ഏറ്റവും വലിയ രാഷ്ട്രമാവുന്ന പേർഷ്യ, ആ പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന അഗ്നികുണ്ഡം അത് ഹമദത്തുലഹു, ഈ കുഞ്ഞിന്റെ കാരണത്തിന് വേണ്ടി അത് അടഞ്ഞു പോയിരിക്കുന്നു. പിന്നെ അവർക്ക് നേരിട്ട് വിവരം കിട്ടുന്നത് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ്. അപ്പൊ ആ രാത്രി തന്നെ എന്തു ചെയ്യാണ്? ഈ അശരീരി കേൾക്കാണ്. മാത്രമല്ല ഷാഹുൽ ഫുർസി, പേർഷ്യക്കാരുടെ ചക്രവർത്തി ഇന്ന് ആയിക്കൽഫി ആവമിൽ കർബി, വലിയ സങ്കടത്തിലും ദുഃഖത്തിലും. കാരണം അവര് ഈമാന് പൊട്ടിപ്പിളരുകയും അതിൽ നിന്നുള്ള 14 ഗോപുരങ്ങൾ തകർന്നു വീഴുകയും അഗ്നികൊണ്ടും കെട്ടണയുകയും ഒക്കെ ചെയ്തതുകൊണ്ട് പേർഷ്യൻ ചക്രവർത്തി വലിയ സങ്കടത്തിലും വിഷക്കത്തിലുമായിരിക്കുന്നു. അതുകൊണ്ട് ഫയാല ഖുസൈൻ, ഈ ഖുറൈശികളെ ഇവിടെ ഖുസൈയിലേക്ക് ചേർത്തി പറയാൻ കാരണം, ഖുറൈശികളെ ഒരുമിച്ച് കൂട്ടി വെള്ളിയാഴ്ച തോറും പ്രഭാഷണം നടത്തി അന്ത്യപ്രവാചകനെ പറ്റിയിട്ടുള്ള സന്തോഷ വാർത്ത അറിയിക്കുകയും ഇബ്രാഹിമി മില്ലത്ത് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് എന്റെ
കുടുംബത്തിൽപ്പെട്ട പിന്തലമുറയിൽ മുഹമ്മദ് എന്ന പേരിൽ ഒരു കുട്ടി ജനിക്കുമെന്ന സുവിശേഷം അറിയിക്കുകയും ചെയ്ത് ലോകത്തിന്റെ നാനാഭാഗത്തും ചിന്നിച്ചിതറിക്കടന്നിരുന്ന ഖുറൈശികളെ കഅബ ശരീഫിന്റെ 4 ഭാഗത്തായിട്ട് ഹറമിൽ സംഘടിപ്പിച്ച മഹാനാണ് ഖുസൈ. അതുകൊണ്ട് ഈ ഖുസൈന്റെ പാരമ്പര്യമുള്ള ഖുറൈശികളെ എന്നാ വിളി. ഫയാല ഖുസൈൻ, ഈ ഖുറൈശിന്റെ പാരമ്പര്യക്കാരാവുന്ന ഖുറൈശികളെ ഇർജിഉൻ വലാലിക്കും, നിങ്ങളുടെ ഈ വഴികേടിൽ നിന്നിട്ട് പിന്മാറണം. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊന്നും ശരിയല്ല, ഇതിൽ നിന്നിട്ട് പിന്മാറണം. വഹുബ്ബു, നിങ്ങൾ അതിവേഗം വന്നു ചേരൂ ഇൽ ഇസ്ലാം. ഇസ്ലാം എന്നല്ല ഹുസമ്മാക്കുന്ന ഇബ്രാഹിമി മില്ലത്തിലേക്ക്, അതാണ് അവിടെ ഇസ്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇബ്രാഹിമി മില്ലത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം. വൽ മൻസിലിർ റഹ്ബി, വിശാലമായ പരലോകത്തിലുള്ള സ്വർഗലോകത്തെ വിജയത്തിലേക്കും ഇസ്ലാമിന്റെ നീതിപൂർവമായ സത്യസുന്ദരമായ പ്രസ്ഥാനത്തിലേക്കും നിങ്ങൾ എത്രയും പെട്ടെന്ന് വന്നെടുക്കുകയും എന്നിങ്ങനെ ഒരു അശരീരി ശബ്ദം അവർ കേൾക്കുകയുണ്ടായി. എന്നിട്ട് പിന്നെ മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് റഹ്മത്തുള്ളാഹിൽ നിന്നിട്ടുള്ള ഉദ്ധരണിയാണ്. സമയം ഇപ്പൊ തന്നെ കുറെ നീണ്ടുപോയി. അതുകൊണ്ട് തൽക്കാലം ഇന്നത്തെ വിവരണം ഇവിടെ നിർത്തി. പെട്ടെന്ന് ഈ ആഴ്ച കൊണ്ട് തന്നെ നമുക്ക് ഇൻഷാ അല്ലാഹ് തീർക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ വിശദീകരണം ഉണ്ടാവില്ല. എന്തെങ്കിലും അത്യാവശ്യം ആർക്കെങ്കിലും സംശയം ചോദിക്കാണ്ടെങ്കിൽ ചോദ്യോത്തര സമയത്ത് ചോദിക്കാം എന്ന് ഉണർത്തി നമ്മളെ കീശീരി നിസ്കാരം കഴിഞ്ഞ് വരാൻ ആഴണേ ഉണ്ടാവുള്ളൂ. ചൊയലുസ്താദൊക്കെ ഉണ്ട്. പക്ഷെ ചൊയലുസ്താദ് ചെല്ലേണ്ട വെയ്ത്തുള്ള ചൊയലുസ്താദ് അതിങ്ങനെ കൂട്ടത്തിൽ വായിച്ചു പോകേണ്ടതായതുകൊണ്ടാണ് ഇടയ്ക്ക് നിർത്താതെ വെയ്ത്തും കൂടി അർത്ഥം പറഞ്ഞത്. ചെല്ലേണ്ട വെയ്ത്ത് അടുത്ത വെയ്ത്താണ്. ഇൻഷാ അല്ലാഹ് നാളെ ഹദീസും വെയ്ത്തും കൂടി നാളെ ഓതാമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്.